Thank you everyone for joining in this live. ഇന്ന് നമ്മൾ മലങ്കര സഭാ സമാധാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോൾ ഇന്ന് നമ്മോടൊന്നിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ, അതുപോലെ ശ്രീമാൻ പോൾ വർഗീസ്. ഇവർ രണ്ടുപേരും യാക്കോബായ അൽമായ ഫോറം സമിതിയുടെ ഭാരവാഹികളും അതോടൊപ്പം അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ ആ സംഘടനയുടെ ഔദ്യോഗിക നിയമോപദേഷ്ടാവുമായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഇവരുടേതായ വീക്ഷണങ്ങളും ആശയങ്ങളും ചിന്താഗതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുവാനുള്ള സമയമാണ്. നമുക്ക് അവരിലേക്ക് തിരിയാം. ആദ്യമായിട്ട് ശ്രീമാൻ പോൾ വർഗീസ് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ യാക്കോബായ വിഭാഗത്തിൽ പല ആളുകളും ഡിസ്പ്യൂട്ട് പറയുന്നുണ്ട്, താങ്കൾ യാക്കോബായ വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പല ആളുകളും കമന്റുകൾ ഇന്നലെ എനിക്ക് അയച്ചു തന്നു. അപ്പൊ എന്താണ് യാക്കോബായ വിഭാഗത്തെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? താങ്കൾ ഏത് പള്ളി ഇടവക്കാരനാണ്? അതൊന്ന് വിശദീകരിക്കുക. എങ്ങനെയാണ് താങ്കൾ യാക്കോബായക്കാരനായിരിക്കും? പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചു, താങ്കൾ യാക്കോബായക്കാരനല്ലെന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചു. ഞാൻ പഴന്തോട്ടം സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഇടവകാംഗമാണ്. അത് ജന്മം കൊണ്ട് തന്നെ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവും അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ യാക്കോബായ സഭയിലുള്ള ആൾക്കാർ തന്നെ. ഞങ്ങളുടെ മെയിൻ പള്ളി എന്ന് പറയുന്നത് മോറയ്ക്കാല സെന്റ് മേരീസ് പള്ളിയാണ്. അത് 905 പണികഴിപ്പിച്ച ഒരു പള്ളിയാണ്. 905 അതാണ് ഞങ്ങളുടെ മെയിൻ പള്ളി. അതാണ് പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാവയായിട്ട് ഒരു ചെറിയ പ്രശ്നത്തിന്റെ പുറത്ത് എന്നെ സഭയിൽ നിന്ന് മുടക്കി എന്ന് പറഞ്ഞൊരു കൽപ്പന, അത് വ്യാജമായിരുന്നു. അത് ബാവ തന്നെ അയച്ച ഒരു കൽപ്പനയാണ്, പാത്രീസ് ബാവയല്ല. അതുമായിട്ട് സഭയുമായിട്ട് മുടക്കാനുള്ള അധികാരമില്ല എന്നുള്ള ഒരു വാദം ഞാൻ എടുത്തു. ഞാൻ സഭയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ ചോദ്യം ചെയ്തു. ഈ സഭയിലെ അഴിമതികളെ കുറിച്ചും ഒക്കെ ചോദ്യം ചെയ്തു. അതിന് എന്നോടൊപ്പം അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ സാർ ഉണ്ടായിരുന്നു. എൻ്റെ കേസിൽ എന്നെ മുടക്കാൻ അധികാരമില്ല എന്നുള്ളത് കോടതി എനിക്ക് സ്ഥാപിച്ചു തരികയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ യാക്കോബായ സഭയെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഒരു കാലഘട്ടത്തിലും താങ്കൾ സഭ വിട്ടുപോകുമോ എന്ന് ചെയ്തിട്ടില്ല. താങ്കൾ സഭയിൽ ചെറിയൊരു കലഹമുണ്ടായി അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ താങ്കൾ എല്ലായ്പ്പോഴും യാക്കോബായ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അതല്ലേ ശരി? അതെ. അപ്പൊ നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. ഇന്നിപ്പം മലങ്കര സഭയിലെ ഈ സഭാ രാഷ്ട്രീയം അല്ലെങ്കിൽ സഭാ തർക്കം അത് ഏറ്റവും രൂക്ഷമായ സന്നിഗ്ധാവസ്ഥയിലേക്ക് 2020 അവസാനിക്കുമ്പോഴേക്കും ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും രൂക്ഷമായ വിഷയം ഇപ്പൊ കോതമംഗലം പള്ളിയുടെ വിധി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രസേനയെ വിന്യസിക്കുവാനൊക്കെയുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ അത്ര കലുഷിതമായിട്ടിരിക്കുന്ന ഈ സമയത്ത് എന്താണ് ഈ സഭാ സമാധാനത്തെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് കാഴ്ചപ്പാട്? സഭാ സമാധാനത്തെ കുറിച്ചിട്ട് ഞങ്ങൾ 2017 തന്നെ ഇരു വിഭാഗത്തിനും രണ്ട് നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെച്ചു. അതിലൊന്ന് കോടതി വിധി 2017 1995 കോടതി വിധിയും 34 ഭരണഘടനയും അംഗീകരിച്ച് അക്ഷരം പ്രതി അനുസരിക്കണമെന്നുള്ളതാണ്. അതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ആ രീതിയിൽ അനുസരിച്ച് സഭ ഒന്നായി പോവുക. ഇല്ല, അതിന് കഴിയുന്നില്ലെങ്കിൽ ഇരു വിഭാഗവും ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് വെച്ചാൽ അന്ത്യോക്യയിലെ സഭയുമായിട്ട് ആ സഭയുടെ ക്രമീകരണം അനുസരിച്ച് മാത്രം, അപ്പം 34 ഭരണഘടനയും കോടതി വിധിയൊക്കെ മാറ്റിവെക്കണം. ഈ 2 ഓപ്ഷനാണുള്ളത് എന്നാണ് ഞങ്ങൾ എഴുതി കൊടുത്തത്. അതിന്റെ നിർദ്ദേശങ്ങളും അതിനെ എങ്ങനെ യോജിക്കാൻ കഴിയുന്നുള്ള ഒരു 14 നിർദ്ദേശങ്ങൾ രണ്ട് വിഭാഗം എത്തിക്കാനായിട്ടോ ആയില്ല. അതിന്റെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിയമോപദേഷ്ടാവ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളെ നിയമത്തിൻ്റെതായ ഭാഷയിൽ വായിച്ച് ഗ്രഹിക്കാനൊക്കെ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് സാബു തൊഴിൽപ്പാടിന് കുറെ കൂടെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്താണ് ഇപ്പോ ഈ സഭ ഐക്യത്തിന് അല്ലെങ്കിൽ സമാധാനത്തിന് പ്രധാന വിലങ്ങുതടിയായിട്ടാണ് പ്രധാനപ്പെട്ട തടസ്സം? സഭയുടെ സമാധാനത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇന്നിപ്പോ ക്രിസ്തുമസ് തുടങ്ങുന്ന ഡിസംബർ മാസമാണ്.
ഈ ഡിസംബർ മാസത്തിലെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. പൊതുവെ ഈ സന്മനസ് എന്നുള്ളത് രണ്ട് വിഭാഗത്തിലെയും മേലധ്യക്ഷന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുപ്രീം കോടതി വിധിയോ മറ്റു കാര്യങ്ങളോ അല്ല ഈ സമാധാനത്തിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വാങ്ങിയ ശേഷം ഒരു പക്ഷം അമിതമായ ആഹ്ലാദം പ്രകടിപ്പിച്ച് എന്തുമായി കളയാം എന്നുള്ളൊരു ഭാവത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പള്ളികളിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇറക്കി കളഞ്ഞിട്ട് വളരെ വിരലെണ്ണാവുന്ന ന്യൂനപക്ഷക്കാരായ വീട്ടുകാർ 30 വീട്ടുകാരുള്ളിടത്ത് 800ഉം 1000ഉം ഒക്കെ ഇടവക്കാടി വരുന്ന യാക്കോബായ പക്ഷം റോഡിലേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഓരോ പള്ളികളിലെയും കതകുകൾ തകർത്ത് പള്ളിക്കകത്തേക്ക് കയറുന്നതായ കാഴ്ചകൾ. ഇങ്ങനെ വളരെ സാധാരണഗതിയിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹാഗിയ സോഫിയയുടെ കാര്യമെല്ലാം പറഞ്ഞ് ക്രിസ്ത്യാനികൾ ലോകം എമ്പാടും വിലപിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ. പക്ഷേ ഇതേ അവസ്ഥ തന്നെ ഹാഗിയ സോഫിയ അവിടെ ടർക്കിയിൽ ഒരിടത്ത് മാത്രമാണ് നടന്നതെങ്കിൽ ഇന്നിപ്പോ കേരളത്തിൽ 52 സ്ഥലങ്ങളിൽ ഇത് നടന്നു കഴിഞ്ഞു. 52 സ്ഥലങ്ങളിലും വളരെ വേദനാജനകമായ രീതിയിലാണ് ഈ വിശ്വാസികളെ പള്ളികളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. അപ്പൊ സമാധാനത്തെ തടസ്സമായി നിൽക്കുന്നത് ഈ സുപ്രീം കോടതി വിധി വഴി ലഭിച്ച ആ വിധി കൊണ്ട് അഹങ്കാരം എത്രമാത്രം മുൻനിരയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോ ഓർത്തഡോക്സ് സഭ വിവാദത്തിൽ നടന്നിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓർത്തഡോക്സ് സഭയിൽ തന്നെ വളരെ ഉന്നതനായ ഒരു വൈദികൻ അടുത്ത ദിവസങ്ങളിൽ ഞാനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഒരു ഔദ്യോഗിക ഭാരവാഹി കൂടിയാണ് അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം, 2002 യാക്കോബായ സഭയ്ക്ക് സംഭവിച്ച അതേ മൂല്യച്യുതി ഈ സമീപകാലങ്ങളിൽ ഓർത്തഡോക്സ് സഭയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ സമാധാനം ഇല്ലാതെ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹം പറയുണ്ടായി. ഈ സത്യത്തിൽ ഈ കോടതി വിധി നടപ്പാക്കല്ലേ അവര് ചെയ്യുന്നത്. അപ്പൊ കോടതി വിധി നടപ്പാക്കേണ്ടതാണ് പറയുന്നത്. എന്താ കോടതി വിധി നടപ്പാക്കുന്നതിന് അത് വേറൊരു കാര്യമുണ്ട്. കോടതി വിധി നടപ്പാക്കുന്നതിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ബോബനും മോളിയും കേസ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടോംസും മലയാള മനോരമയും തമ്മിൽ വളരെ ശക്തമായ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാകുകയും അത് കോടതിയിലേക്ക് വരികയും ചെയ്തു. രണ്ടു കൂട്ടരും വളരെ ഭംഗിയായ രീതിയിൽ കേസ് നടത്തി അവസാനം എറണാകുളം ജില്ലാ കോടതി മലയാള മനോരമയ്ക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അതായത് ഈ ബോവനും മോളിയും കാർട്ടൂണിലുള്ള സർവ്വ അവകാശങ്ങളും മലയാള മനോരമയ്ക്ക് മാത്രമാണെന്നാണ് കോടതി പറഞ്ഞത്. അന്ന് കോടതി വിധി പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ ഒരു വലിയൊരു പ്രസ്താവന എല്ലാ പത്രങ്ങളിലും കൊടുത്തു. അതായത് ബോവനും മോളിയും എന്നുള്ള ആ കാർട്ടൂൺ പരമ്പരയുടെ ഉടമസ്ഥ സംബന്ധിച്ചുള്ള തർക്കത്തിൽ കോടതി വഴി വിധി ഞങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ വിധി ഞങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കേസ് നടത്തിയത്. എന്തായാലും ഇനി ഞങ്ങൾ ഇതിലുള്ള യാതൊരു അവകാശവും ഇനി തുടർന്ന് ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ഉന്നയിക്കുന്നതിനോ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ സർവ്വ അവകാശങ്ങളും ടോംസിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്യായം അവർ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ മലങ്കര സഭയിലെ ഈ തർക്കത്തിന് സുപ്രീം കോടതി വിധി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നടപ്പിലാക്കണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയിൽ എടുത്തു പോകുമ്പോഴാണ് ഈ സഭയിൽ അസമാധാനം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ഭംഗിയായ രീതിയിൽ തീർക്കാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സന്ദർഭങ്ങൾ നശിച്ചു പോയിട്ടില്ല. കാരണം പരസ്പരം സമാധാനത്തിന് ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അവരുടേതായ പള്ളികളും അവിടെ ഏത് പക്ഷമാണ്, ഓർത്തഡോക്സ് ആണെങ്കിൽ ഓർത്തഡോക്സ്, ജാക്കോബ് പക്ഷത്തിനാണ് ഭൂരിപക്ഷമെങ്കിൽ അവർക്ക്, അങ്ങനെ പരസ്പരം ഭാഗം വെച്ച് വിരിയുന്ന ഒരു ക്രിസ്തീയ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. സുപ്രീം കോടതി വിധി മാത്രമല്ല ക്രിസ്ത്യാനിയെ ബാധിച്ചു നിൽക്കുന്ന കാര്യം. ബൈബിളാണ് അടിസ്ഥാനപരമായ ക്രിസ്ത്യാനികളുടെ വിശ്വാസം, ബൈബിളാണ്. അതിൽ ഊന്നിയല്ലാതുള്ള ഏതൊരു കാര്യങ്ങളും ശാശ്വതമാകുകയില്ല. അതുപോലെ തന്നെ ഈ സഭയിലെ സമാധാനത്തിന് ഒരു അടിത്തറ ഇടുന്നുവെങ്കിൽ തന്നെ ബൈബിളിലേക്ക് നോക്കിയാൽ മാത്രം മതി. മലങ്കര മലയാള മനോരമ കാണിച്ച ഉന്നതമായ ഒരു ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ഒരു മാനവികതയുടെ ഒരു ദർശനം അവരുടെ ആ പ്രവൃത്തിയിൽ വന്നു. പക്ഷെ മനോരമ ചെയ്തതുപോലെ തന്നെ സഭ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റും. അതൊരു ബെനവലൻസ് അല്ലേ മനോരമയുടെ? അത് നമുക്ക് നിർബന്ധത്താൽ വാങ്ങുന്നല്ലോ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് മനോരമ എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥാപനമാണ്. ഈ സഭ എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥാപനമല്ല. സഭ സമൂഹത്തിന് അതിൻ്റെതായ സന്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് എന്ത് ക്രിസ്തീയതയാണ് സമൂഹത്തോട് പറയാനുള്ളത്? ഇവർക്ക് എന്ത് മാതൃകയാണ് പറയാനുള്ളത്? ഇതിപ്പോ ഇന്ന് സമരം നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മനോരമയെ സംബന്ധിച്ച് ഞങ്ങളുടെ അടുത്താണ് ഈ മനോരമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. മനോരമയായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്. കാരണം മനോരമയുടെ ജീവനക്കാരെ അവരൊരു കുടുംബത്തെ പോലെയാണ് കാണുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി മനോരമ ജീവനക്കാരുണ്ട്. അവരുടെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മാത്തുക്കുട്ടിച്ചാനൊക്കെ നേരിട്ട് വരുമായിരുന്നു. ഒരു ഫാമിലി ആയിട്ടാണ് അവർ. അവിടെ ഒരിക്കലും സമരം ഉണ്ടായിട്ടില്ല. അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു.
അപ്പൊ അവരൊരു ഫാമിലി ആയിട്ട് കണ്ടു. അതിനകത്തെ ഒരു അംഗമായിരുന്നു ടോംസ്. അതുകൊണ്ട് ടോംസിനുണ്ടായ ആ ദുഃഖത്തിൽ ആ കേസിൽ അവർ ജയിച്ചെങ്കിലും അവരുടെ ആ ലീഗൽ റൈറ്റ് അവര് ലോകത്തിന് ബോധ്യപ്പെടുത്താനാണ് കേസ് നടത്തി വളരെ ഔദാര്യപൂർവ്വം ടോംസിന് അത് വിട്ടുകൊടുത്തു. അതൊരു ഫാമിലി ലവ് എന്ന നിലയ്ക്ക് അവർ ചെയ്തതാണ്. അപ്പം അത് നമ്മളിപ്പോ ഒരു സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സഭയുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ള സ്നേഹമല്ലേ പങ്കുവയ്ക്കേണ്ടത്. മറ്റത് ഫാമിലി ലവ് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്നേഹബന്ധമാണ് അവരെങ്കിൽ ഇതിൽ വരുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം ക്രിസ്തുവിന്റെ സ്നേഹമാണ് പകർന്നു കൊടുക്കാനുള്ളത് പൊതുസമൂഹത്തിന്. ഇതിപ്പോ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഇപ്പൊ യാക്കോബക്കാരനെന്ന് ഓർത്തഡോക്സുകാരനെന്ന് പറഞ്ഞാൽ തലവെക്കി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. മറ്റു പല സമുദായ പൊതുസമൂഹത്തിൽ നമുക്ക് വളരെ മുഖം നഷ്ടപ്പെട്ടു. പക്ഷേ അതേ സമയത്ത് ഇപ്പം വീതം വെച്ച് പിരിയാവുന്ന പറയുമ്പം അപ്പൊ അത് ഒരു തോന്നിവാസമായി പോകത്തില്ല, അല്ലെങ്കിൽ കുറെ പേര് അതുവഴി പോയി, അങ്ങനെയാണോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിലൊരു കെട്ടുറപ്പ് വേണ്ടേ? ഇല്ല, അങ്ങനെയല്ല. കോടതികളിൽ വരുന്ന നിരവധി കേസുകൾ പരസ്പരം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാനൊരു സഭ ഞാൻ എടുത്തു പറയുന്നില്ല, വേറൊരു ഈ മലങ്കര സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ വേറൊരു ക്രിസ്തീയ സഭയില് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് നിരവധി കേസുകൾ വന്ന് അവസാനം ഒരു വർഷം അവസാന മാർഗം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് ഞാൻ ഫയലുകളെ നോക്കി കഴിഞ്ഞപ്പോൾ വളരെ നിസ്സാരമായി തീർക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ അവരുടെ സഭാ മേലധ്യക്ഷനെ വിളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സംസാരിച്ചു. അതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ നിന്നെല്ലാം എന്റെ അടുത്ത് വന്ന ആളുകൾക്ക് അനുകൂലമായ ഓർഡറെല്ലാം വാങ്ങിച്ചു കൊടുത്ത ശേഷമാണ് അവരുടെ സഭാ മേലധ്യക്ഷനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ അദ്ദേഹം ഭയങ്കര ഭീകരനാണ്, ആരും അടുപ്പിക്കില്ല, സംസാരിക്കില്ല എന്നാണ് അവരുടെ അഭിഭാഷകരും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നവരും ഒക്കെ പറഞ്ഞത്. എന്നിരുന്നാലും ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, തിരുമേനി ഇത് രണ്ടു കൂട്ടരുടെയും കൂടെ ഒരുമിപ്പിച്ചിട്ട് ഒരു സഭയുടെ തലവനായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. ഇതിപ്പോ തിരുമേനി ഒരു കൂട്ടരുടെ മാത്രം തിരുമേനിയായിട്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വഴക്കുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ അടുത്ത് വന്ന ആളുകളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വലിയ ബുദ്ധിമുട്ടാണ് വക്കീലെ, ആ ആളുകൾ ഭയങ്കര പ്രശ്നക്കാരാണ്, ഞാൻ പല വഴിക്ക് നോക്കിയതാണെന്നൊക്കെ പറഞ്ഞു. അവസാനം എന്തായാലും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വക്കീൽ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു, ഞാൻ ഈ കേസുകൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ സഭാ കൗൺസിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും, വക്കീൽ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റം വരുന്നില്ല, നമുക്ക് കേസുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സഭാ കൗൺസിൽ കാര്യങ്ങൾ വെച്ചു. ആ കേസുകൾ തീർക്കാൻ വേണ്ടി സബ് കമ്മിറ്റി ഫോം ചെയ്തു. എന്നെ വിളിച്ചു. ഞാനും കേസിൽപ്പെട്ട ആളുകളുടെ പ്രധാനികളുമായിട്ട് ഇരുന്നു സംസാരിച്ചു. 125ഓളം കേസുകളാണ് സെറ്റിൽ ചെയ്തു പോയത് ഒറ്റയിരുപ്പില്. ആ സഭയിലുണ്ടായ വിഷയങ്ങൾ അതോടെ തീർന്നു. അപ്പൊ ഇതിനകത്ത് വേറെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സഭാ വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സഭയുടെ ട്രസ്റ്റി ആയിട്ടും സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളുകൾ 3 വർഷം കൊണ്ട് വകമാറ്റി തിരിമറി എഴുതി കൈവശപ്പെടുത്തിയത് 4.5 കോടി രൂപയാണ്. അതിന്റെ കേസ് നടപടി ഇപ്പൊ വേറെ നടക്കുന്നുണ്ട്. സഭയിൽ മറ്റു വിഷയങ്ങളെല്ലാം തീർന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഏത് വിഷയവും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് വന്ന കക്ഷികൾക്ക് അനുകൂലമായ ഓർഡർ വാങ്ങിച്ച ശേഷമാണ് ഞാൻ ഈ സഭാ മേലധ്യക്ഷനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചത്. ഇടനിലക്കാരും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കക്ഷിയോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തീർക്കണം, ഇത് സഭയായിട്ട് പോകുന്നതാണ്, സഭയിൽ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് കാര്യമില്ല, വെറുതെ ഈഗോ ക്ലാഷ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, മനുഷ്യര് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ തീരണം. ഇപ്പൊ തന്നെ 2002 എന്തോ ഒരു മൂല്യച്യുതി സംഭവിച്ചു യാക്കോബായ വിവാദത്തിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പം സമാനമായ മൂല്യച്യുതി ഇപ്പോൾ സംഭവിച്ചു. ആ സമയത്താണ് ഈ സുപ്രീം കോടതിയിലെ 1995 വിധിക്ക് ശേഷം, ഫുൾബെഞ്ച് വിധിക്ക് ശേഷം ജസ്റ്റിസ് മാലിമത്തിനെ വെച്ച് മലങ്കര അസോസിയേഷൻ വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള നീക്കങ്ങളൊക്കെ നടത്തിയത്. യാക്കോബായ വിഭാഗത്തിന് ആവശ്യമായ പണം കെട്ടിവെച്ചു, ആവശ്യമായ പള്ളികളുടെ ലിസ്റ്റുകൾ അയച്ചു കൊടുത്തു, പ്രതിനിധികളുടെ പേരുകൾ അയച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ അവസാന നിമിഷത്തില് അതിൽ നിന്ന് പിൻവലിഞ്ഞ് മാറി കഴിഞ്ഞിട്ട് പുതിയൊരു സഭ ഡിക്ലെയർ ചെയ്തു. 2002 ഭരണഘടന എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരെണ്ണം കോതമംഗലത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കാതോലിക്കായ ചുമതല തെരഞ്ഞെടുത്തു. അതിനുശേഷം ആ കാതോലിക്കായ ചുറ്റിപ്പറ്റി ഒരു ഉപജാപക വൃന്ദം ഉയർന്നു വന്നു സഭയിൽ. പിന്നെ മുഴുവൻ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായി. അവരാണ് ഈ കഴിഞ്ഞ 2002 മുതൽ 2017 ജൂലൈ 3 വരെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയത്. അപ്പൊ അതിനിടയ്ക്ക് പല വിഷയങ്ങളും വന്നപ്പോഴാണ് പോളവറിസ് ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ അതിനെ ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് പോളവറിസിനെ സഭയിൽ നിന്ന് മുടക്കി കൽപ്പന പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ പോളവറിസിന് കൂടെ വന്ന പല ആളുകളെയും പല രീതിയിൽ ദ്രോഹിക്കുകയുണ്ടായി. പക്ഷെ എന്തായാലും അവര് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായിട്ട് പോരാടി. എന്ത് തന്നെയായാലും ഇവര് കാണിച്ചിരുന്നതായ സാമ്പത്തിക തിരിമറിയും മറ്റു തരത്തിലുള്ളതായ കൊള്ളരുതായ്മകളെല്ലാം പൊതുജന മധ്യത്തിലേക്ക് വെളിപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2012 നടന്ന അസോസിയേഷൻ ഇലക്ഷനിൽ ഇവരെല്ലാവരും പുറത്തുപോയി, ഒരാൾ പോലും തിരഞ്ഞെടുത്തില്ല.
താൽക്കാലികമായിട്ട് ശ്രേഷ്ഠ കാതോലിക്ക ബാബ മലങ്കര മെത്രാപ്പൊലീത്ത ട്രസ്റ്റിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തുറന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ജോസഫ് ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ട്രസ്റ്റിയായിട്ട് തെരഞ്ഞെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിൽ സഭയുടെ നിയന്ത്രണം വളരെ കുറച്ച് ആളുകളിലേക്ക് ചുരുങ്ങി. അതിനുശേഷം അവർക്ക് തോന്നുന്ന രീതിക്കാണ് മുഴുവൻ കാര്യങ്ങൾ പോയത്. അപ്പൊ അന്ന് ബാബു പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നിന്നും മാറി. അത് വളരെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളെല്ലാം സഭയുടെ മുൻനിരകളിൽ നിന്ന് പുറകിലേക്ക് പോയി. ഏറ്റവും പുറകിൽ നിന്നിരുന്ന ആളുകളെല്ലാം മുൻനിരയിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സമൂഹത്തിലെ പല ഉന്നത പദവികളിൽ ഇരുന്ന ആളുകളും ഒക്കെ പുറകിലേക്ക് പോയി. അതിന് പകരം മൂന്നാം കിട ആളുകളെല്ലാം മുൻപന്തിയിലേക്ക് വന്നു. അതുപോലെ തന്നെ സഭയുടെ പരമാധീശനായിട്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാബയുടെ പ്രസംഗമെല്ലാം കേട്ടാല് ഒരു ക്രിസ്തീയ മേലധ്യക്ഷനും സംസാരിക്കാത്ത രീതിയിലുള്ള സംസാരമാണ് അതിനുമായിരുന്നു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികനാണ് എന്നോട് പറഞ്ഞത്, ഈ 2002 യാക്കോബ സഭയ്ക്ക് സംഭവിച്ച അതേ മൂല്യച്യുതി ഇവിടെ സംഭവിച്ചു. ഈ സാമ്രാജ്യങ്ങള് തകരുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ സാമ്രാജ്യങ്ങൾ കോക്കസുകളുടെ പിടിയിലേക്ക് പോവാന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ സഭ കോക്കസുകളുടെ പിടിയിലാന്നുള്ള ഒരു ആശയമാണോ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ജയലളിത തമിഴ്നാട് ഭരിച്ചപ്പം അവർ നല്ലൊരു ഭരണമായിരുന്നു ആദ്യകാലത്തൊക്കെ. പക്ഷെ പിന്നീട് അവര് മന്നാർകുടി സഖ്യം എന്നൊക്കെ പറഞ്ഞ് ഈ കോക്കസുകളുടെ പിടിയിലകപ്പെട്ടു. വളരെ ദയനീയമായി അവസാനിച്ചു. അപ്പൊ ഈ സഭാ സമാധാനത്തിന് സത്യത്തിൽ വിലങ്ങുതടി നമ്മൾ സംസാരിക്കുമ്പം ഇരു വിഭാഗത്തിലെയും സാധാരണ ആളുകളെ സംബന്ധിച്ച് സമാധാനം ഉണ്ടാകണം, ഐക്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സമാധാനപരമായ ഐക്യമോ സഹവർത്തിത്വമോ അസാധ്യമാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ, അത് എന്ത് ഫാക്ടേഴ്സ് ആണ്? ഈ പോൾ വർഗീസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു വീക്ഷണത്തിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്? ശരിക്കും ഈ 2017 ഈ വിധി വന്നതിന് ശേഷം പരിശുദ്ധ പാത്രികീസ് ബാവായെ വിളിച്ചു വരുത്തി പരിശുദ്ധ പാത്രികീസ് ബാവായുമായിട്ട് ആലോചിച്ച് ഒരു കാതോലിക്ക, ആ കാതോലിക്കയുടെ കീഴിലുള്ള മെത്രാപ്പൊലീത്തമാര്, വൈദികര്, അങ്ങനെ ഇരു വിഭാഗവും കൂടി യോജിക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ ഈ സഭ യോജിക്കുമായിരുന്നു. അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഈ ചെങ്ങന്നൂർ അത്താനാസ്യൂസ് തിരുമേനി മൂവാറ്റുപുഴയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാനും വെൽപ്പാടൻ സാറും കൂടി മൂവാറ്റുപുഴയിൽ പങ്കെടുത്തു. അതിൽ അന്ന് ആ തിരുമേനി പറഞ്ഞ ഒരു ആശയം ഇത് തന്നെയായിരുന്നു. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സഭ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. ബാവയായിരിക്കണം അതിന്റെ ആത്മീയ അധ്യക്ഷൻ. എന്നാൽ ഭൗതികമായിട്ട് ബാവയ്ക്ക് ഇവിടെ അതിനുള്ള അധികാരങ്ങളൊന്നും നമ്മൾ കൊടുക്കാനായിട്ട് കഴിയുകയില്ല. ആ രീതിയിലായിരുന്നു പറഞ്ഞത്. അല്ലെങ്കിലും പരിശുദ്ധ പാത്രികീസ് ബാവ ഇവിടെ വന്ന എല്ലാ പള്ളികളിലും പണം എണ്ണാനോ അല്ലെങ്കിൽ അച്ഛന്മാരെ നിയമിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഇപ്പോഴത്തെ പാത്രികീസ് ബാവ എന്നുള്ളത് ബാബു പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഇവിടുന്ന് കൂറുമാറിപ്പോയ അത്താനാസ്യൂസ് തിരുമേനി എഴുതിയ ഒരു ലേഖനത്തിൽ തന്നെ അദ്ദേഹം തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളത് അവിടെ പോയി. പക്ഷെ അദ്ദേഹത്തെ പിന്നെ റെയിൽവേ ട്രാക്കിൽ മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊക്കെ അങ്ങ് ആകെ മൊത്തം മാറിപ്പോയി. ആ യോഗം വിളിച്ചു കൂട്ടാനായിട്ട് അവിടെ കൂടിയ ഈ അത്താനാസ്യൂസ് തിരുമേനിയുടെ തന്നെ നിലപാട് തന്നെ മാറിപ്പോയി. പിന്നീട് അദ്ദേഹം പരിശുദ്ധ പാത്രികീസ് ബാവ എന്ന് സംബോധന ചെയ്തുകൊണ്ടിരുന്ന ബാവയെ അന്ത്യോക്യ പാത്രികീസ്നാക്കി. അപ്പൊ തന്നെ അവിടെ തന്നെ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ പട്ടമേറ്റ് ഈ സമൂഹത്തില് ഇത് വിശ്വാസത്തിന്റെ കാര്യം എന്നുള്ള ഒരു പുസ്തകം എഴുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സീനിയർ മെത്രാപ്പൊലീത്തയായി. സീനിയർ മെത്രാപ്പൊലീത്ത ആ റെയിൽവേ ട്രാക്കിൽ മരിച്ച തിരുമേനിയായിരുന്നു. അതിനുശേഷമുള്ള ആളായി. പിന്നീട് അവരുടെ വക്താവായി. ആ വക്താവ് സംസാരിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏത് യാക്കോബക്കാരനാ ഇനി അവരുമായിട്ട് ഏത് രീതിയിൽ അടുക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ആ രീതിയിലേക്ക് ഇത് അകത്തിക്കളഞ്ഞു. തന്നെയുമല്ല, ഇദ്ദേഹം ഉൾപ്പെട്ട മോർ മിലിത്യോസ്, മോർ അത്താനാസ്യോസ്, മോർ നിക്കോളോസ്, ഈ 3 മെത്രാപ്പൊലീത്തമാര്, അവരുടെ കൂടെ പോയ അച്ഛന്മാരും അതിന്റെ അനുയായികളും മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ പള്ളികളിൽ ഉള്ളൂ. അതൊരു സത്യമാണ്. ഈ കോലഞ്ചേരി, കടമറ്റം 2 പള്ളികളാണ് ഈ കണ്ടനാട് ഭദ്രാസനത്തില്
വ്യക്തമായിട്ടും ഓർത്തഡോക്സ് വിഭാഗം നേരത്തെ മുതലുള്ളത്. ഇദ്ദേഹം ഇവിടുന്ന് പോയി ആ അദ്ദേഹത്തിന്റെ അച്ഛന്മാര് 27 അച്ഛന്മാര്, ആ അച്ഛന്മാരുടെ കീഴില് പിന്നീട് കുറച്ച് അച്ഛന്മാരെയും കൂടി പിന്നീട് വാഴിച്ചു. അതല്ല, ആ അച്ഛന്മാരുടെ കൂടെയുള്ള 5ഉം 8ഉം 10ഉം പേരൊക്കെ കൂട്ടി അങ്ങനെ ഓരോ പള്ളികളിലും അങ്ങനെ 8ഉം 10ഉം പേരെ വെച്ച് ആ പള്ളികളിലാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നേരിടുന്നത്. അവിടെയാണ് ഈ ജനം ഇവർക്കെതിരായി പോകാനായിട്ടുള്ള കാരണം. അത് ആ സത്യാവസ്ഥ ഈ സമൂഹത്തിന് മുഴുവൻ തിരിച്ചറിയാം. ഇത് ചോദിച്ചുകൊണ്ട് പറയാ, ഇത് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പുസ്തകം ഇവര് ഇറക്കി, ഒരു ഇടയനും ഒരാട്ടിൻകൂട്ടവും. ഈ കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവര് ഇറക്കിയതാണ്. എല്ലാ വീടുകളിലും ഇത് എത്തിച്ചു കൊടുത്തു. അല്ല, ഈ ഇവരെന്ന് പറയുന്ന ആരിറക്കി ആ ബുക്ക്? ഓർത്തഡോക്സ് വിഭാഗം, ഈ തിരുമേനി അടക്കമുള്ള ആൾക്കാര് എല്ലാ വീടുകളിലും കൊണ്ടുപോയി, യാക്കോബക്കാരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി ഇത് എത്തിച്ചു കൊടുത്തു. ഈ കോടതി വിധികളെ അത് മറ്റൊരു വിധത്തില് വളച്ചൊടിച്ചാണ് അതിനകത്ത് മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. എന്നാലും ഭാഗികമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പള്ളിയിലൊന്നും തടയാൻ പറ്റില്ല ഇവർക്ക്. എന്നാൽ ഇവര് ഈ വിശ്വാസികളെ തടയുകയാണ്. അത് ആദ്യം ചോദ്യം ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ഇടവകയിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ തടയുന്നു? തടയാനുള്ള അധികാരം ഈ കോടതി പറഞ്ഞിട്ടില്ല. അപ്പം അതിന് മീഡിയ വലിയ കവറേജ് കൊടുത്തു. അവർക്ക് കിട്ടിയ പള്ളികളാണ് ഈ പള്ളികളൊക്കെ, അതുകൊണ്ട് അവരെന്തും ചെയ്യും, ഇനി എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു ധാരണ വന്നു. ആ ധാരണ പൊളിച്ചു കൊടുക്കാനായിട്ട് ഈ യാക്കോബ വിഭാഗത്തിലും മെത്രാപ്പോലീത്തമാർക്ക് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. ഈ പാവപ്പെട്ട വിശ്വാസികൾ അതുകൊണ്ട് 1000 പേരുള്ളവര് ഈ 2, 3, 4, 8, 10 ആൾക്കാരെ ഈ പള്ളി ഏൽപ്പിച്ചിട്ട് ദുഃഖത്തോടു കൂടി ഇറങ്ങിപ്പോവാണ്. പക്ഷെ ഇതിവര് ചില ഭാഗങ്ങളിലൊക്കെ ഇവർ തടയാനായിട്ട് നിന്നു. അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. 1000 വീട്ടുകാരുള്ള ആൾക്കാര് 5, 6 അല്ലെങ്കിൽ 8, 10 വീട്ടുകാർ വന്ന് ആ പള്ളി പിടിച്ചെടുക്കുമ്പോൾ ഒരു 10, 1000 പോലീസുമായിട്ട് വന്നിട്ട് പള്ളി പിടിച്ചെടുക്കുമ്പോൾ അവര് വേദനയോടുകൂടിയാ. അവരുടെ സെമിത്തേരികളിൽ അവർക്ക് കയറാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഇപ്പം ബിസിനസ്സിലൊക്കെ നഷ്ടം വന്ന, ചിലപ്പം കടം വന്ന് ജപ്തി ചെയ്ത് നമ്മുടെ വീടൊക്കെ നഷ്ടപ്പെട്ടാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട് വെക്കുക, വാടക വീട് എടുക്കുക, ജീവിതം മുന്നോട്ട് പോവാണ്. അപ്പൊ അതുപോലെ യാക്കോബായക്കാരുടെ സ്വത്തുക്കളല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാനുള്ളത് എന്താ? അവർക്ക് ഇപ്പൊ യാക്കോബായക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ. അവരുടെ വിശ്വാസം പോകുന്നില്ല, അവരുടെ പാരമ്പര്യം പോകുന്നില്ല, അവരുടെ മൂല്യങ്ങൾ പോകുന്നില്ല. പിന്നെ അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? കുറച്ച് മണ്ണല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. അല്ലത് ശരിക്കും അതിനെക്കുറിച്ച് സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് തന്നെ പലപ്പോഴും ഇവിടെ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ തന്നെ പലപ്പോഴും വിവരിച്ചിട്ടുണ്ട്. ഈ സുറിയാനി സഭയ്ക്ക് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് മരിച്ചവരുടെ ഓർമ്മ. മരിച്ചവരുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് സെമിത്തേരി വിട്ടിട്ട് സെമിത്തേരിയിൽ അവർക്ക് പോയി അവരുടെ ഒരു കർമ്മങ്ങൾ, അല്ലെങ്കിൽ അത് മറ്റു മതങ്ങൾക്കുണ്ട്, അസിത്തറയിൽ വിളക്ക് വയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാര് അവരുടെ മരിച്ചവരുടെ ഒരു ഓർമ്മ അത് അനീത കുർബാനയിലിരിക്കുക, അവിടെ വർഷം തോറും അവിടെ സെമിത്തേരി പോവുക, അങ്ങനെ അവിടെ ധൂപം വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിഷേധിക്കപ്പെട്ടു. അത് നിഷേധിക്കരുതെന്ന് ഈ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഒരു സമാന്തര ഭരണം മാത്രമേ ഈ കോടതി നിയന്ത്രിച്ചിട്ടുള്ളൂ. അതിന് പകരം എന്താ ചെയ്തത്? സെമിത്തേരി കയറാൻ പാടില്ല, ആ സെമിത്തേരിയുടെ വാതിൽ പൂട്ടിയിടുന്നു, പള്ളിയിൽ കയറാൻ പാടില്ല, ആ പള്ളി പിടിച്ചെടുക്കുന്നു. ആ പള്ളി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ അവിടെ നിൽക്കുന്ന സകല സാധനങ്ങളും കൊള്ളയടിക്കുന്നു. അത് കൊള്ളയടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ 2019 ഞാൻ ഗവൺമെന്റിനൊരു നിവേദനം കൊടുത്തു. ഗവൺമെന്റിനൊരു നിവേദനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് എനിക്ക് എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കി പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു മറുപടി തന്നു. CI ആണ് അതിനെനിക്ക് മറുപടി തന്നത്. അതിലിങ്ങനെയാണ് പറഞ്ഞത്: താങ്കൾ മലങ്കര സഭാ തർക്കം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുമ്പാകെ നൽകിയ പരാതി, മേൽ സൂചന പ്രകാരമുള്ള താങ്കളുടെ പരാതി അന്വേഷണത്തിനും ആവശ്യമായ നടപടികൾക്കുമായി മേലധികാരികൾ വഴി ഈ സ്റ്റേഷനിലേക്ക് അയച്ചു കിട്ടിയിട്ടുള്ളതാണ്. സഭാതർക്കത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 3/7/17 തീയതി വിധി നിലനിൽക്കുന്നതിനാലും ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതിനാലും താങ്കൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട കോടതി മുഖാന്തരമല്ലാതെ പോലീസിനോ മറ്റേതെങ്കിലും സർക്കാർ ഏജൻസിക്കോ ഫലപ്രദമായ പരിഹാര നടപടി സാധ്യമല്ല എന്നുള്ള വിവരം താങ്കളെ അറിയിക്കുന്നു.
ഇവരെങ്ങനെ ഈ ഒരു ഓർത്തഡോക്സ് വിഭാഗം എങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നു? ഒരു ഗവൺമെന്റ് പറഞ്ഞേക്കാണ്. ഗവൺമെന്റ് ഇതെങ്ങനെയാണ് ഈ വിധി നടപ്പാക്കണ്ടേ എന്നുള്ളത് അപ്പുറം വക്കീലിരിക്കണ്ടല്ലോ, വക്കീലിനോട് ചോദിക്കേ, വക്കീല് പറയട്ടെ ഈ ഒരു സിവിൽ കേസ് എങ്ങനെയാണ് വിധി നടപ്പാക്കി കൊടുക്കുക. വിധി നടപ്പാക്കണമെന്ന് തന്നെയാണല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിധി നടപ്പാക്കണം. വിധി നടപ്പാക്കിയാൽ ഈ കാര്യങ്ങൾ മുഴുവൻ ശരിയാവും. പക്ഷെ വിധി നടപ്പാക്കില്ല. അത് വിധി ആരാണ് നടപ്പാക്കാത്തത്? വിധി നടപ്പാക്കാത്തത് ഓർത്തഡോക്സ് വിഭാഗമാണ്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ സമൂഹം മുഴുവൻ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലെ നല്ലവരായിട്ടുള്ള വൈദികർക്കും അതിന്റെ നേതൃത്വ നിരയിലുള്ള ആൾക്കാർക്കും അറിയാം ഇതല്ല ശരി, ഇങ്ങനെ പള്ളി പിടിക്കാൻ പാടില്ല, ഇതെല്ലാം ചെയ്യുന്നത് നീതി നിഷേധമാണ്, ഇത് നിയമലംഘനമാണ്, അവരാണ് കാണിക്കുന്നതെന്ന് അവർക്കറിയാം. അപ്പൊ ഈ ഒരു സംശയം, ഇപ്പൊ ഈ ഓർത്തഡോക്സ് വിഭാഗം ഈ വിധി നടത്തിപ്പെന്ന രീതിയിലുള്ള ഈ പള്ളികൾ ഏറ്റെടുക്കൽ അതിലേക്ക് പോകാതെ മൗനമായിട്ട് നിഷ്ക്രിയമായിട്ടിരുന്നാൽ ഈ എത്ര നാളുകൊണ്ട് ഈ വിധി നടപ്പാകും? ഇപ്പൊ അവരൊന്നും ചെയ്യുന്നില്ലെന്ന്, അവർ പാസീവ് ആയാൽ എന്താണ് വിശേഷം? അല്ല, ഞാൻ ചോദിക്കാം, അവരുടെ സൈഡിൽ നിന്ന് ചോദിക്കുക. ഇത് തന്നെ ഞാൻ ഈ ചോദ്യം തന്നെ 2017 ജൂലൈ 3 മീഡിയ വൺ ചാനലിൽ ഞാനും ആ സഭയുടെ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ചോദിച്ച ചോദ്യം, 497 പള്ളികളാണ് യാക്കോബായ സഭയുടെ കയ്യിലുള്ളത്. ഈ 1064 പള്ളികൾ 70-80 പള്ളികൾക്കാണ് കേസുള്ളത്. അതിൽ 12 പള്ളികളിൽ വിധി നടപ്പായി 10-25 പള്ളികളിലും കൂടി തർക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചാണ് അതിൽ കോതമംഗലം പള്ളിയൊക്കെ ഉൾപ്പെടും. പക്ഷെ ബാക്കിയുള്ള പള്ളികൾ ഇപ്പോൾ തന്നെ ഇവരുടെ ഓരോ വൈദികര് 75 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. ഈ 400-ലധികം പള്ളികളിൽ വൈദികരെ നിയമിക്കാൻ വൈദികരില്ല. അതിനാണ് ഈ വൈദികരെ മുഴുവൻ ഇതിലെ ഈ പറഞ്ഞതുപോലെ ഒരു ആട്ടിൻകോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചാക്കിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ വൈദികരെ മുഴുവൻ. ഒരാള് പോലും എന്നിട്ട് ഇതുവരെയും അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറായില്ലെന്നുള്ളതാണ്. ഇനി ഇടവക്കാർ മാത്രമല്ല, ഒരു വൈദികനും അങ്ങോട്ട് കൂറുമാറിപ്പോകാനായിട്ട് തയ്യാറായില്ല. അപ്പൊ ഈ 400 പള്ളികൾ ഇവർക്ക് ഒന്നിച്ച് അങ്ങ് വിട്ടുകൊടുക്കാന്ന് കൂട്ടുക. ഈ പള്ളികൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ പിടിച്ചെടുത്ത പള്ളികളിൽ പലതിലും കുർബാനയില്ല, അതൊക്കെ അടച്ചുകൂട്ടിയിട്ടൊക്കെ. അപ്പൊ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു? ഇത് നടത്താനാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഒരു പദ്ധതി വേണ്ടേ, അത്തരം വൈദികർ വേണ്ടേ, അതിനൊരു സംവിധാനം വേണ്ടേ. അപ്പൊ ഇതൊന്നും അല്ല. ഈ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇറക്കി വിട്ടിട്ട് ഈ പള്ളികൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനുള്ള ഒരു മറുപടി അന്ന് ഈ ബിജു ഉമ്മൻ സാറിന് പറയാൻ കഴിഞ്ഞില്ല. അത് പൊതുസമൂഹത്തോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്, മറ്റ് ക്രിസ്ത്യാനികളോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും പള്ളി 497 പള്ളി അവർ പിടിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യാൻ പോകുന്നു? അവർക്ക് വൈദികരുണ്ടോ? ഒരു പള്ളി പിടിക്കാൻ വേണ്ടി ഒരു വൈദികൻ തന്നെ 4-5 പള്ളികളുടെ വികാരിമാരാണ്. അവരെ വെച്ചിട്ടാണ് ഈ കോട്ടയത്തുള്ളതും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ അവിടെ ഇടവക്കാരായിട്ട് വ്യാജമായിട്ട് എഴുതി ചേർത്ത് അവരുടെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കി ഈ വൈദികരെ വെച്ച് ഈ പള്ളി പിടിക്കുന്നത്. ഈ പള്ളി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസുകൾ, അതിനെക്കുറിച്ച് കേസിനെ സംബന്ധിച്ച് വക്കീൽ പറയും. ഈ ആധാർ കാർഡ് വെച്ച് തന്നെ സാധാരണ ഇലക്ഷൻ നടത്തുന്നതോരാനും നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര വൈദികർക്ക് ഈ പള്ളികളിൽ ഇപ്പൊ പിടിച്ചെടുത്ത പള്ളികളിൽ തന്നെ ചെല്ലാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇവരുടെ ഈ കള്ളക്കളികൾ മുഴുവൻ. അതുകൊണ്ടാണ് നിയമപരമായിട്ട് തന്നെ ഇത് തീർക്കണമെന്ന് ഞങ്ങൾ ആദ്യം പറയാൻ കാരണം. അപ്പൊ നമുക്ക് അഡ്വക്കേറ്റിലേക്ക് പോവാം. എന്താണ് ഈ പള്ളിയിലെ ഇലക്ഷൻ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ? ഈ പിടിച്ചെടുത്ത് എന്ന് പറയപ്പെടുന്ന പള്ളികളില് നിയമാനുസൃതമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയും ഭാരവാഹികളെ ചുമതലയേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? അത് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അതിലേക്ക് വരുന്നതിന് മുമ്പേ സുപ്രീം കോടതിയുടെ ജൂലൈ 3 വിധിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായിട്ടും യാക്കോബായ പക്ഷത്തിന് എതിരാണ് എന്നുള്ളതാണ് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് സത്യമല്ല. കാരണം ഞാൻ അതിലെ ഓപ്പറേറ്റീവ് പോർഷനിലെ ജഡ്ജ്മെന്റിലെ ഓപ്പറേറ്റീവ് പോർഷനിലെ പാരഗ്രാഫ് 16 ആവശ്യമുള്ള ഒരു കാര്യം മാത്രം ഞാൻ വായിക്കാം. ലാസ്റ്റ് 2 സെന്റൻസുകൾ. 1934 Constitution cannot be construed to be opposed to the concept of spiritual supremacy of Patriarch of Antioch. It cannot as well be said to be an instrument of injustice or vehicle of oppression on the parishioners who believe in the spiritual supremacy of Patriarch. സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പല ഒബ്സർവേഷൻസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കോടതി. അതായത് പാത്രികീസ് ബാബായെ പരമാധ്യക്ഷനായിട്ട് ആത്മീയ അധ്യക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്ന ഇടവക അംഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉതപ്പും ഉണ്ടാക്കുവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് ഇപ്പൊ വരുന്നത്, ഇപ്പോ
ഒരു ഉദാഹരണം പറഞ്ഞാൽ നെച്ചൂര് പള്ളിയിൽ 30 വീട്ടുകാരാണ് ഓർത്തഡോക്സ് പക്ഷം, 800 വീട്ടുകാർ യാക്കോബ പക്ഷത്തുള്ളവരാണ്. ഏറ്റവും ആദ്യം പിടിച്ചു കൊടുത്ത പള്ളിയാണത്. സുപ്രീം കോടതി വിധി വന്ന് ഉടനടി പിടിച്ചു കൊടുത്തൊരു പള്ളിയാണ്. അവിടെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു എലക്ഷൻ നടത്തി കൃത്യമായ രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഓർത്തഡോക്സ് പക്ഷത്തിലെ ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 30 പേര് മാത്രം മതി, ബാക്കിയുള്ളവരാരും ഈ ഇടവക്കാരല്ല എന്നുള്ള നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ 4 കേസുകൾ എറണാകുളം ജില്ലാ കോടതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഴന്തോട്ടം പള്ളി, കണ്ടനാട് പള്ളി, പെരുമ്പാവൂർ സൂലോക പള്ളി, ഓടക്കാലി പള്ളി. 4 പള്ളികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വളരെ കൃത്യമായി പറഞ്ഞേക്കുന്ന കാര്യം, കോടതിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചിട്ട് ആ കമ്മീഷൻ മതി 2 കൂട്ടരുടെയും, യാക്കോബ പക്ഷത്തും ഓർത്തഡോക്സ് പക്ഷത്തുമുള്ള ആളുകളുടെ മുഴുവനും പാരിഷ് രജിസ്റ്ററും അതുപോലെ തന്നെ വിവാഹ രജിസ്റ്ററും അങ്ങനെയുള്ള രേഖകളെല്ലാം എടുത്ത് അവിടുത്തെ ഇടവക രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം. ഇടവക രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും 1934 കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ നടത്തി വരുന്ന ഭാരവാഹികൾക്ക് അധികാരം കൈമാറണം. ഇതാണ് ഞങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്ന 4 കേസുകളിലും ഉന്നയിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ പോൾ വോറിസ് പറഞ്ഞ പോലെ ഈ വൈദികരെയൊക്കെ വെക്കുന്നത് പല വൈദികരും 3ഉം 4ഉം പള്ളികളുടെ വികാരിമാരായിട്ടാണ് ഇരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ അടുത്ത് വലിയ കത്തി നിൽക്കുന്ന വിഷയമാണ് കോതമംഗലം ചെറിയ പള്ളി. കോതമംഗലം ചെറിയ പള്ളിയിലെ വികാരിയായിട്ട് കാണിച്ചിരിക്കുന്നത് തോമസ് പോൾ റമ്പാനിയാണ്. തോമസ് പോൾ റമ്പാൻ 4 പള്ളികളിലെ വികാരിയായിട്ടാണ്, 4 പള്ളികളിലെ വികാരി കൂടിയാണ്. 1 പഴന്തോട്ട സെന്റ് മേരീസ് പള്ളി, 2 മുള്ളരിങ്ങാട് പള്ളി, 3 കുറുപ്പുംപടി പള്ളി, 4 കോട്ടപ്പടി പള്ളി. ഇങ്ങനെ 4 പള്ളികളുടെ വികാരിയായിട്ട് ഒരൊറ്റ വ്യക്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇടവക്കാരായിട്ട് കാണിക്കുന്ന ആളുകൾ, ഇടവക്കാർ ആരാണ് എന്നുള്ളതും വ്യക്തമല്ല. ഞാനിപ്പോ കാണിക്കുന്ന ഈ രേഖകൾ വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സംശയം ആർക്കും ഉണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞ അസോസിയേഷനിലെ മലങ്കര അസോസിയേഷനിൽ പങ്കെടുത്ത ആളുകളുടെ പേരുവിവരം വേണ്ട വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. അതില് ഞാൻ ഈ പറഞ്ഞ ഈ അച്ഛന്റെ തോമസ് പോൾ റമ്പാന്റെ പേര് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി പള്ളികളില് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു ഇതാണ്, ആ ലിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതില് 4, 5, 6 അത് 1000 ഏക്കർ സെന്റ് ജോർജ് പള്ളി, അരുവിപ്പാറ മാർ ബെസേലിയോസ് പള്ളി, അങ്കമാലി സെന്റ് മേരീസ് പള്ളി. പള്ളികളുടെ പേരൊന്നും വ്യക്തമല്ല. അവിടുന്ന് അച്ഛനുമില്ല, വികാരിയും പ്രതിനിധികളും ആരുമില്ല. അടുത്ത 8ാമത്തെ പള്ളി ആകപ്പറമ്പ് മാർ സാബോർ അഫ്രോത്ത് ചർച്ച്, അവിടുന്ന് വികാരിയുമില്ല, അതുപോലെ പ്രതിനിധികൾ. അങ്ങനെ ഈ ലിസ്റ്റിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ മലങ്കര അസോസിയേഷനിൽ പങ്കെടുത്തേക്കുന്ന പള്ളികളിൽ ഒരുപാട് പേരുകൾ ഇല്ലാത്ത ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയേക്കുന്നത്. അതുപോലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇവർ കാണിച്ചേക്കുന്നത് മുഴുവനും ക്രമക്കേടുകളും അതുപോലെ തന്നെ ഒരു തരത്തിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവര് ഒരു എലക്ഷൻ നടത്തുന്നതിന് തയ്യാറല്ല. എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെ മലങ്കര അസോസിയേഷനിൽ തന്നെ എന്ത് നടക്കുമെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നേരായ രീതിക്ക് എലക്ഷൻ നടത്താൻ ഇവർ തയ്യാറല്ല. അതുപോലെ തന്നെ ഇപ്പൊ വിദേശത്തുള്ള ആളുകൾക്ക് അറിയാം, വിദേശത്തു നിന്നുള്ള ആളുകളുടെ പേരുവിവരം ഉൾപ്പെടുന്ന ലിസ്റ്റാണത്. ഈ വിദേശത്തുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ള സിറ്റിസൺഷിപ്പ് മാറി വിദേശത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ് വരുന്നത് ഈ യാക്കോബ ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും അവരവരുടെ ഇടവക പള്ളിയിൽ നിന്ന് എത്ര ദൂരം ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയി കഴിഞ്ഞാൽ അവനവന്റെ ഇടവക പള്ളികളിലെ ഇടവക അംഗത്വം കളയാറില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഏത് വിദേശത്ത് ഏത് രാജ്യത്ത് കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭൗതിക ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവന്റെ ഇടവക പള്ളിയിൽ അടക്കും എന്നുള്ളതാണ്. ഇപ്പോ താങ്കൾ കുറച്ചു മുമ്പ് ചോദിച്ച പോലെ പള്ളികൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുറച്ച് മണ്ണല്ലേ പോകുന്നത്, സ്വത്തല്ലേ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിൽ വരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സഭകളെ അപേക്ഷിച്ച് ഈ യാക്കോബ ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകുന്നതോടൊപ്പം തന്നെ അവരുടെ സെമിത്തേരി പോയി കഴിഞ്ഞിട്ട് അവരുടെ കാരണവന്മാരുടെ തലയ്ക്ക് ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു പതിവാണ്. അപ്പോ പള്ളി നഷ്ടപ്പെടുന്നതോടുകൂടെ അതുപോലെ സെമിത്തേരിയിൽ കയറാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതോടെ ഈ തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകും. അതെല്ലാം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം, ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഓരോ പള്ളികളും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ പള്ളികളും ഓരോ ഇടവക്കാരും കഷ്ടപ്പെട്ട് പണം പിരിച്ച് ദേഹാധ്വാനം ചെയ്ത് ഒക്കെ പണം എടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ്, ഞാൻ പെട്ടെന്ന് നിർത്താം ആ ഒരു കാര്യം. എന്റെ മൂല ഇടവക കണ്ടനാട് സെന്റ് മേരീസ് പള്ളിയാണ്.
അപ്പൊ ഞങ്ങള് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഇടവാംഗത്ത് കൊടുത്തു. വേളൂർ മൗണ്ട് സാക്കായി, കൊച്ചി ഭദ്രാസനപ്പെടുന്ന ഒരു പള്ളിയാണ് വേളൂർ മൗണ്ട് സാക്കായി സെന്റ് ജോർജ് പള്ളി. അവിടെ 72 പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളിക്കുള്ള പണി തുടങ്ങി. ആ പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞ് 82 കൂദർശ നടത്തിയത്. ഇതിനിടയ്ക്ക് പള്ളിയുടെ താഴെ, മലയുടെ താഴെ നിന്ന് വെട്ടുകല്ല് ചുവന്ന് പള്ളിയുടെ മുകളിൽ ഒരു കുന്നിൻപുറത്താണ് പള്ളി ഇരിക്കുന്നത്. ആ മുകളിൽ കൊണ്ടുവന്നിട്ട് വേണം പള്ളി പണിയാനായിട്ട്. അന്ന് ഈ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, 8, 9 പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ഏറ്റവും താഴത്ത് നിന്ന് വെട്ടുകല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, 1 അടി നീളവും 8 ഇഞ്ച് വീതിയൊക്കെ ഉള്ള വലിയ കനം കൂടിയ കല്ലാണ്. ഈ കല്ല് തലയിലേക്ക് വെച്ച് മുകളിൽ ചുവന്ന് കയറ്റിയിട്ടാണ് ഈ പള്ളി. അതുപോലെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പള്ളിയിലെ കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ പള്ളിയൊക്കെ വിട്ടുപോകുക എന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ്. അത് പള്ളി പോകുന്ന വിഷയം മാത്രമല്ല അതിനകത്തുള്ളൂ. ഞങ്ങൾ ഒരു അല്ലാതെ തന്നെ ഒരു ആത്മബന്ധം ഓരോ സ്ഥാപനങ്ങളോടും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പള്ളികൾ വിട്ടുപോകുന്ന കാര്യത്തിൽ യാക്കോബായ പക്ഷത്തുള്ള ആളുകൾക്ക് വളരെ ശക്തമായ എതിർപ്പുള്ളത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായ രീതിക്ക് ഒരു ഇലക്ഷൻ നടത്തുന്നതിന് തയ്യാറല്ല. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഇലക്ഷനിലെ പള്ളികളിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുതിയ പള്ളികൾ. അതുകൊണ്ടാണ് ഇപ്പൊ 3-4 പള്ളിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റു ചില പള്ളികളും കൂടെ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കൃത്യമായി ലഭിച്ചിട്ടുള്ള അറിവ്. അപ്പൊ 52 പള്ളികളാണ് ഇപ്പൊ നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ 52 പള്ളികളിലും ഇതേപോലെ കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ നടത്തുന്നതായിട്ട് വരും. ഇലക്ഷൻ നടത്തി വരുമ്പോൾ ഇപ്പോ കയറിയിരിക്കുന്ന ഭരണസമിതിപ്പെട്ട ആളുകളെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ വികാരിക്ക് മാത്രമാവും പള്ളിയിൽ നിൽക്കുന്നത്. ഈ വികാരിക്ക് മാത്രമായിട്ട് ആ പള്ളിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വികാരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇടവക മെത്രാപ്പൊലീത്ത എന്ന് പറയുന്ന മേൽപ്പട്ടക്കാരന് പള്ളിയിൽ വന്ന് കയറാനും ബുദ്ധിമുട്ട് വരും. ഇത്രയും ആളുകൾ എതിർത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ സമാധാനപരമായിട്ട് പള്ളിയിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിനകത്ത് വരും. അപ്പൊ അതെല്ലാം ഒഴിവാക്കുന്നതിന് മൊത്തം ആളുകളെ പിടിച്ച് പുറത്തേക്ക് കളയാന്നുള്ള നിലപാടാണ്. അപ്പൊ അത് നടക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പോളോറിസം പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട്, കോടതി വിധി വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ടത് രീതികൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സിവിൽ കോടതിയിൽ നിന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് സിവിൽ കോടതി തന്നെയാണ്. അതിനെ എക്സിക്യൂഷൻ കോർട്ട് എന്ന് പറഞ്ഞിട്ട് സിവിൽ കോടതി തന്നെ ഈ വിധി നടത്തുന്ന നടപടികൾ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ കോർട്ട് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പല കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇപ്പോ യാക്കോബായ പക്ഷത്ത് നിന്ന് പള്ളി ഓർത്തഡോക്സ് പക്ഷത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യാക്കോബായ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇത്രയും കാലം പള്ളിയിൽ നിന്ന് പിരിച്ചെടുത്തുള്ള പണം, ചെലവാക്കിയിട്ടുള്ള പണം, നീക്കിയിരിപ്പ്, പള്ളിയിലെ ആസ്തി, മുതൽപിടികൾ എല്ലാത്തിനെയും കണക്കെടുക്കണം. എല്ലാത്തിനെയും കണക്കെടുത്തിട്ടാണ് അടുത്ത ആളിന് ഭരണം കൈമാറാനായിട്ട്. അതൊന്നും ചോദിക്കുന്നില്ല. ഇത് വെറുതെ ആളുകൾ വരുന്നു, പോലീസ് വരുന്നു, പിടിക്കുന്നു. അതുവരെയുള്ള ആളുകൾ കണക്കും പറയുന്നില്ല, പണം വയ്ക്കുന്നില്ല, ഇവർക്ക് അതൊന്നും വേണ്ട. അപ്പൊ കിട്ടുന്നത് ലാഭം, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള നടപടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള ഈ ഒരു ആളുകളുടെ ആശങ്ക, അതിനൊരു പരിധിവരെ ഒരു പരിഹാരം ഉണ്ടാകും. കാരണം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നവന് അകത്തേക്ക് കയറാൻ പറ്റും. ഈ അടുത്ത ഞായറാഴ്ച മുതൽ 13-ാം തീയതി മുതൽ യാക്കോബായ സഭ നേതൃത്വം എടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി 13-ാം തീയതി മുതൽ ആളുകൾ എല്ലാവരും കൂടെ പള്ളിക്കകത്തേക്ക് തിരിച്ചു കയറുക എന്നുള്ളതാണ്. മുൻപ് ഈ കാര്യത്തിൽ സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നില്ല. 2017 ജൂലൈ 3-ാം തീയതി വിധി വന്ന ഉടൻ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന മെത്രാപ്പൊലീത്തമാരെല്ലാം വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, നേരിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പള്ളികളിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓരോരോ പള്ളികൾ വളരെ ഈസിയായി പിടിച്ചുകൊണ്ട് പോകും. പകരം ശക്തമായ പ്രതിരോധം ഓരോ പള്ളിയും തീർക്കണം. അതിനുള്ള വഴി ഇതാണ്, ഈ പോലീസ് പള്ളിയിലേക്ക് കയറാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാവുന്ന കാര്യമാണ്. പോലീസ് പള്ളിയിലേക്ക് കയറാത്ത രീതിയിൽ ഓർത്തഡോക്സ് വികാരി 34 കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നു. നിലവിലുള്ള സുപ്രീം കോടതി വിധി പ്രകാരം അതനുസരിച്ചേ പറ്റൂ. എത്ര തടസ്സം നിന്ന് കഴിഞ്ഞാലും പള്ളി 34 പ്രകാരം വരുന്ന വൈദികൻ ആത്മീയ ശുശ്രൂഷ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിറവം പള്ളി കണ്ടു, മുളന്തുരുത്തി കണ്ടു, ശക്തമായ പ്രതിരോധം തീർത്ത പള്ളികളെല്ലാം കണ്ടു. അപ്പൊ പോലീസ് കയറാതെ അച്ഛൻ മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അച്ഛൻ അവിടെ പേടിച്ചിട്ട് ഒരു പക്ഷേ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളല്ല പള്ളിയിലെ ബഹുഭൂരിപക്ഷം എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് മടി കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം വരും. ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് വളരെ സുഗമമായിട്ട് അങ്ങോട്ട് വന്ന് കയറാൻ പറ്റില്ല. അപ്പൊ ആ തരത്തിലുള്ള വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിനാണ് അവർ ഈ സുപ്രീം കോടതി വിധി തന്നെ പാടെ നിരാകരിച്ചുകൊണ്ട്, അതായത് യാക്കോബായ പക്ഷത്തേക്കുന്ന ആളുകളെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ നിരാകരിച്ചുകൊണ്ട് യാക്കോബായ പക്ഷത്തെ ആളുകളെ ഉപദ്രവിച്ചും പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയൊക്കെ പോകുന്നത്. പോലീസിന് സത്യത്തിൽ ഇതിനകത്ത് ഇടപെടുന്നുള്ള യാതൊരു അധികാരമില്ല. പക്ഷെ നിലവിൽ വന്നേക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇപ്പോ ഇതിനകത്തുണ്ടായ ഒരു കണ്ടനാട് പള്ളിയുടെ കേസിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് ഒരു ഓർഡർ പറഞ്ഞു. അതായത് പള്ളിയിൽ ഇവർ ചോദിച്ചത് ഡിക്ലറേഷൻ പ്രെയർ ആണ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ പള്ളിക്ക് ബാധകം എന്ന് പ്രഖ്യാപിക്കണം. ഇതാണ് കോടതി പറഞ്ഞത്.
അത് കോടതി പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കോൺസിക്വൻഷ്യൽ ആയിട്ട് വേറെ റിലീഫ് വരും. അതായത് ഇപ്പോ പ്രഖ്യാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എതിർപക്ഷത്തിന്റെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നതെങ്കിൽ ആ ഭരണം ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കോടതി സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടെ എഴുതണം. ഞങ്ങളുടെ കയ്യിലേക്ക് ഈ ഭരണം പിടിച്ചു കൈമാറി തരണം എന്നുള്ള റിലീഫും കൂടെ അതിൽ ചേർക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും ചേർത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഹരിപ്രസാദ് പറഞ്ഞത് ഇത് നിൽക്കൂല എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. തള്ളിയപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി ചെന്നപ്പോൾ അരുൺ മിശ്രയാണ് ഓർഡർ ഇട്ടത്. അരുൺ മിശ്രയുടെ ഓർഡറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പല പല ഓർഡറുകൾ ഇട്ടിട്ട് രാവ് കഴിഞ്ഞ് നേരം വിളിക്കുന്നതിന് ഓർഡർ മാറ്റിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം വളരെ ഭംഗിയായ രീതിക്ക് ഒരു ഓർഡർ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കീഴ്ക്കോടതി ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി അതിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഏതാണ് ജഡ്ജി എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തെ കുറെ ഒബ്സർവേഷൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഇത് റദ്ദാക്കി കളഞ്ഞു. അത് വന്നപ്പോഴേക്കും ഇവിടെ ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജിമാർക്കും താഴെയുള്ള കീഴ്ക്കോടതി ജഡ്ജിമാർക്കും ഒക്കെ ഭയങ്കര പേടിയായി. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരെ വല്ലതും ബാധിക്കുമോ, ഇനി അവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ബാധിക്കുമോ എന്നുള്ള പേടിയെല്ലാം വന്നുകൊണ്ട് പിന്നെ അവരെങ്ങനെ സ്വാഭാവികമായിട്ട് ഒഴുക്കിനൊപ്പം നീന്തുന്ന രീതിയിലേക്ക് പോയി. പക്ഷെ എന്ത് തന്നെയാലും ഈ സമീപകാലത്ത് എറണാകുളം പള്ളിക്കോടതിയിലെ ജഡ്ജി ശ്രീ ഡി സുരേഷ് കുമാർ തൃശ്ശൂര് പള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ പള്ളിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് ഈ ഒരു കാര്യം പറഞ്ഞ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. ഓർത്തഡോക്സ് പക്ഷം ഇത് പെറ്റീഷൻ തള്ളിക്കളഞ്ഞതിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത് ഡിക്ലറേഷൻ മാത്രം ചോദിച്ചിട്ടുള്ള പ്രയറാണ്. അതിന്റെ കോൺസിക്വൻഷ്യൽ റിലീഫ് റിക്കവറി പൊസിഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഡിക്ലറേഷൻ മാത്രമുള്ള ആ ഒരു പ്രയർ അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറമേ ഉള്ളത് വേറെ നടപടിയിലേക്ക് പോകണം, ഈ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തള്ളിക്കളഞ്ഞു. അതിപ്പോ ഹൈക്കോടതിയിലേക്ക് അവർ പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. അപ്പോ ശരിക്കും പറഞ്ഞാല് കോടതികൾ, അതായത് ജസ്റ്റിസ് ഹരിപ്രസാദും പള്ളിക്കോടതിയിലെ ഇപ്പോഴത്തെ ജഡ്ജിയും എടുത്തുള്ള നിലപാടാണ് ശരിയായ നിലപാട്. അതുപോലെ തന്നെ ഈ എക്സിക്യൂഷൻ കോടതി വഴി അല്ലാതെ ഇങ്ങനെ ഇത്രയും കാലത്തിനിടയ്ക്ക് പോലീസ് വഴി നടപടി, ഞാനൊരു 33 വർഷമായിട്ട് സിവിൽ കേസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലാണ്. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു പരിപാടിയില്ല. ഈ പള്ളിക്കേസ് വന്നപ്പോഴാണ് ഇങ്ങനെ പുതിയ പുതിയ സൂത്രപ്പണികളും കുറുക്കു വഴികളും ഒക്കെ ഇങ്ങനെ ചെയ്യാം. അതിനെ ആരെയൊക്കെ പിടിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നിയമം അനുസരിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷെ ഈ തരത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായി കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ ഈ ക്രിസ്മസ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ സമാധാനം തൊട്ടടുത്തുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ ഈ അങ്ങനെ ഒരു എക്സിക്യൂഷൻ കോടതിയിലൂടെ അങ്ങനെയാണ് വരേണ്ടതെങ്കിൽ ഈ കോടതി തന്നെയല്ലേ ഇപ്പം CRPF വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നില്ല. അതിനെപ്പറ്റി എന്താ ഒരു വിശദീകരണം? അല്ല, അതിനെ ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും വൈരുദ്ധ്യമാണത്. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചെയ്തേക്കുന്ന കാര്യം വെച്ചാൽ കോതമംഗലം ചെറിയ പള്ളിയിലെ ഈ തോമസ് പോൾ റമ്പാനോട് സൂട്ട് ഫയൽ ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് സൂട്ട്. ഞാനാണ് ഈ പള്ളിയിലെ നിയമാനുസരണം ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള വികാരി. ഞാനല്ലാതെ മറ്റാരും ഇവിടെ ആത്മീയ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. എന്റെ അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് സൂട്ട് കൊടുത്തിട്ടുള്ളത്. ആ സൂട്ടില് ഇതാണ് വോയിസ് 162/18 കേസ് ഇതാണ്. ഞാൻ അതിന്റെ റിലീഫ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ഇഞ്ചക്ഷൻ സൂട്ടാണ്. റെസ്റ്റേണിംഗ് ഡിഫൻസ് 2-9, അതായത് പള്ളിയിലെ നിലവിലുള്ള വികാരിയും മനയം കമ്മിറ്റി അംഗങ്ങളുമാണ്. And their men or agents from causing obstruction to the plaintiff in discharging duties of parish priest of the first defendant church, including conducting holy mass and discharging all other religious functions of the first defendant church and his Purishadis cemetery, etc., situated in the plaintiff properties, and restraining defendant 2-6 from acting as the vicar or as the assistant vicars of the first defendant church, and restraining defendants 2-9 from bringing metropolitans and priests belonging to patriot faction in violation of 1934 constitution in the first defendant church. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പോലീസിനെ വെച്ച് പിടിച്ചു തരണമെന്നോ മറ്റേതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നോ അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഇപ്പോ വാദി ചോദിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് കോടതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കോടതി ഇഞ്ചക്ഷൻ ഗ്രാന്റ് ചെയ്തു, ഇന്റർവ്യൂ ഇഞ്ചക്ഷൻ ഗ്രാന്റ് ചെയ്തു. ഇന്റർവ്യൂ ഇഞ്ചക്ഷൻ ഗ്രാന്റ് കഴിഞ്ഞാല് ഓർഡർ 39 റൂൾ 2A വെച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം. പോലീസ് പ്രൊട്ടക്ഷൻ അപേക്ഷ കൊടുത്തു, അത് കോടതി അനുവദിച്ചു. ആ പോലീസുകാർ മതിയായ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് പോകും, റിട്ട് പെറ്റീഷൻ കൊടുത്തു. വളരെ ഈസി ആയിട്ടുള്ള വഴിയാണ്. റിട്ട് പെറ്റീഷൻ കൊടുത്തു. റിട്ട് പെറ്റീഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മതിയായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് റിട്ട് അപ്പീൽ പോയി. റിട്ട് അപ്പീൽ സിംഗിൾ ജഡ്ജിന്റെ വിധിക്കെതിരെ റിട്ട് അപ്പീൽ പോയി കഴിയുമ്പോഴത്തേക്കും സിംഗിൾ ജഡ്ജിന്റെ വിധി കൺഫേം ചെയ്തു. എന്നിട്ടാണ് ഇപ്പോ ഈ പറഞ്ഞ CRPF വിളിക്കണം, മറ്റേ പട്ടാളത്തെ വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് ഹൈക്കോടതിയും മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ പ്രകാരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ വികാരിയെ മാത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തം അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പോകണമെന്നതിനെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല. ഈ ഒറ്റ റിലീഫ് മാത്രം മതിയോ? ഇങ്ങനത്തെ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കൈമാറുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി
അതിന് ആ പള്ളിയിലിരിക്കുന്ന സ്വർണ്ണക്കുരിശ്, വെള്ളിക്കുരിശ് ഇത്യാദി സാധനങ്ങളുടെ ലിസ്റ്റ് എന്തെല്ലാം എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പള്ളിയാണത്. അതൊന്നും വേണ്ട, എന്നെ ഇത്രമാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ നിലവിലുള്ള ഭാരവാഹികൾക്ക് പലയിടത്തും നടക്കുന്ന കാര്യമാണ്. നിലവിലുള്ള ഭാരവാഹികളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയാണ് ഇരിക്കുന്നത്. അത് കണക്കിൽ പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വേറെ. ഇതിങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് വളരെ സൗകര്യമായി. ഈ കണക്കാരോടും പറയണ്ട. ചില പള്ളികൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ പിടിച്ചെടുക്കപ്പെട്ട ചില പള്ളികളിൽ ഉണ്ടായ വിഷയം അതാണ്. ഈ കണക്കാരോടും പറയണ്ട. ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഓർത്തഡോക്സ് വർഷത്തേക്ക് പോകുന്നു എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പൂർണ്ണമായി. ഇതാണ് ഈ ഓർത്തഡോക്സ് വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേസുകളുടെ സ്വഭാവം. ഇതിനകത്ത് ഇടവക്കാരെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. മുളന്തുരുത്തി പള്ളി കൊടുത്ത കേസിനകത്തും അതുപോലെ തന്നെ പിറവത്തെ കേസിനകത്തും എല്ലാം ഈ സെയിം റിലീഫാണ്. ഈ സെയിം റിലീഫിലാണ് ഈ ഇടവക്കാരെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നത്. പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ശവം അടക്കാനെങ്കിൽ കയറാൻ പറ്റില്ല. പള്ളിയിൽ പോയി സെമിത്തേരിയിൽ പോയി മെഴുതിരി കത്തിക്കാൻ പറ്റില്ല. ഞാൻ പെരുമ്പാവൂർ സൂലോക പള്ളിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഹാജരായി. ഞാൻ ചെന്ന ശേഷമാണ് പിന്നെ മറ്റേ കോടതി നിയമിച്ചിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും കോടതിയൊക്കെ അയഞ്ഞൊരു നിലപാടെടുത്തു. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, കോടതി തന്നെ ചീത്ത പറയുന്ന രീതിയിൽ കോടതിയെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കോടതിയും ഒന്ന് അയഞ്ഞ നിലപാടെടുത്തു. അടുത്ത ഞായറാഴ്ച മുതൽ ആളുകൾക്ക് സെമിത്തേരി കയറാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ വിധി ആരും വായിച്ചു നോക്കുന്നില്ല. അതുകൊണ്ട് യാക്കോബായക്കാരുടെ അവകാശം എന്താണെന്നും അത് ഏത് രീതിയിൽ ഹൈക്കോടതി സുപ്രീം കോടതി പ്രൊട്ടക്ട് ചെയ്തിരുന്നു ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്നത് നമ്മളെല്ലാം തീർന്നു, പരിപൂർണമായിട്ട് തീർന്നു പോയി, രക്ഷയില്ല എന്നുള്ളതിലേക്ക് പോകുന്നു. അത് ആ ചിന്താഗതി മാറണം. ഈ യാക്കോബായക്കാരുടെ അവകാശം പരിപൂർണമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് ആയുള്ള കാര്യം 34 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് വരുന്ന വികാരിക്ക് മാത്രമേ പള്ളിയിൽ കയറാവൂ എന്നുള്ളതാണ്. വികാരി കയറിക്കോട്ടെ, കുർബാനയിലിക്കോട്ടെ, അതിൽ സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഇടവക്കാർ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോ പരിമല പള്ളി പോകുന്നുണ്ട് യാക്കോബായക്കാര്, ഓർത്തഡോക്സുകാര് കോതമംഗലം പള്ളിയിൽ വരുന്നുണ്ട്, അവർ മുളന്തുരുത്തി പള്ളിയിൽ വരുന്നുണ്ട്. അതിനൊന്നും തടസ്സങ്ങളൊന്നുമില്ല. അപ്പോ തൽക്കാലം ഇപ്പൊ നടക്കാവുന്ന ഒരു കാര്യം 34 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുത്തണം എന്ന് പറയുന്ന പള്ളിയിൽ അത് വരുത്തി തന്നെ പോകാൻ പറ്റുള്ളൂ, വരുത്താതിരിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന രാജ്യത്തിന്റെ നിയമമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിക്ക് അത് നടപ്പിലാക്കാൻ സഹകരിക്കുകയും അതോടൊപ്പം തന്നെ മാക്സിമം പ്രതിരോധം അവരുടെ മേൽ അവർക്കെതിരെ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് സമാധാനത്തിൽ വരേണ്ട സാഹചര്യം വരും. കാരണം ഇന്ന് സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ നാളെ ഉണ്ടാകണമെന്നില്ല. നാളെ നല്ല ആളുകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ നല്ല ആളുകൾ വരുന്ന കാലത്ത് ഈ സഭ സമാധാനത്തിലേക്ക് നീങ്ങും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ സമൂഹത്തിന് ഇവർ നൽകിയിരിക്കുന്ന സന്ദേശം വളരെ മോശമായിട്ടുള്ള, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ഇവർ നടത്തിയിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ളതായ ഈ കോപ്രായങ്ങൾ കൊണ്ട് പുതുതലമുറയ്ക്ക് പള്ളിക്ക് പോകണമെന്ന് താല്പര്യമേ ഇല്ല. അവർക്ക് ഇത് കാണാൻ എന്ത് താല്പര്യം? അപ്പൊ അതുകൊണ്ട് മൊത്തം ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സഭയുടെ പോക്ക്. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പരസ്പരം സമാധാനം ഉണ്ടാക്കുക എന്നുള്ളൂ. സമാധാനം എന്ന് പറയുന്നത് മേൽത്തട്ടിൽ നിന്ന് താഴോട്ട് വരണ്ടേ? കാരണം ദൈവം തമ്പുരാൻ ആദ്യം ഭൂമിയിലോട്ട് സമാധാനം എന്ന് അറിയിച്ചു. നമ്മൾ വിശുദ്ധ കുർബാനാണെങ്കിലും മുകളിൽ നിന്നാണല്ലോ താഴോട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപ്പം സമാധാനം അവരാണ് തരേണ്ടത്, അല്ലാതെ മേലധ്യക്ഷന്മാരുടെ ചുമതലയാണ് സമാധാനം ഉണ്ടാക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നല്ലേ, അത് തന്നെ ഉണ്ടായി വരുന്നതല്ല, ഉണ്ടാക്കണമെന്ന് തന്നെ യേശു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് പിന്നെ പോൾ വർഗീസ് കണ്ടിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു സാമ്പത്തിക ഫാക്ടർ വല്ലതും ഉണ്ട് ഇതിനകത്ത്? അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഇത് രണ്ട് വിഭാഗത്തിലെയും മെത്രാന്മാര് വലിയ സമ്പത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ടുള്ള ട്രസ്റ്റുകൾ, അവരോട് ചേർന്നിട്ടുള്ള ആൾക്കാരുടെ ട്രസ്റ്റുകൾ, അവരുടെ ബന്ധുക്കളുടെ പേരിൽ സമ്പാദിച്ചിട്ടുള്ളത്, അവരോട് ചേർന്നുള്ള വൈദികരുമായിട്ടുള്ളത്, റിയൽ എസ്റ്റേറ്റുകൾ, പാറമടകൾ, തോട്ടങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാം ഹോട്ടലുകൾ, ബാറുകൾ, അവർക്കില്ലാത്ത സ്കൂളുകൾ, കോളേജുകൾ, അവർക്കില്ലാത്ത പ്രസ്ഥാനങ്ങളില്ല. മറ്റെല്ലാവർക്കും ഇല്ലാത്ത അതിലുപരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവനുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളക്കാൻ പറ്റാത്ത മൂല്യമുണ്ട്. ഈ മൂല്യം 100 കോടിയോ 500 കോടിയോ 1000 കോടിയോ അതിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ ആദ്യം പരാമർശിച്ച ഒരു മെത്രാപ്പോലിത്ത, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് മതിപ്പ് മാത്രമേ ഉള്ളൂ. റെയിൽവേ ട്രാക്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ആ മെത്രാപ്പോലിത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ട്രസ്റ്റുകൾ അതൊന്നും സഭയ്ക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് മറുവിഭാഗത്തിലേക്ക് പോയ മോർ അത്താനാസ്യോസ്, മോർ മിലിത്യോസ്, അങ്ങനെയുള്ള ആൾക്കാരുടെ, അതേപോലെ തന്നെ ഞങ്ങളുടെ വിഭാഗത്തിൽ തന്നെയുള്ള മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി അടക്കമുള്ള ആൾക്കാരുടെ, ഇങ്ങനെ രണ്ട് വിഭാഗത്തിലെ ആൾക്കാരുടെ സ്വത്ത് വിവരം എത്രയാണെന്നുള്ളത് ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് നോക്കേണ്ടതാണ്. അത് നോക്കിയിട്ടില്ല. ഞങ്ങൾ അതിലേക്ക് പോകും. ഈ സഭ
ഒരു കാര്യം ഞാൻ പറയട്ടെ. യോജിക്കണമെങ്കിൽ സമ്പത്ത്. ഹലോ, നമ്മളെ ഇവിടെ ഈ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇത് പരസ്യമായിട്ട് ഇത്ര ഒരു കാര്യം പേരെടുത്തൊക്കെ ആരോപണം ഉന്നയിക്കുമ്പം അതിന് തക്ക തെളിവുകളുണ്ടോ കയ്യിൽ? ഇങ്ങനെ ഈ തെളിവുകളുണ്ട്. തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് എവിടെയും കാണുന്നതും അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരുടെ ബന്ധുക്കളെ കുറിച്ചും ഇവരുടെ ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളെ കുറിച്ചും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പരാതി കൊടുക്കുക തന്നെ ചെയ്യും ഞങ്ങള്. ഇതിന് മുമ്പ് ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവായെ കുറിച്ച് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. കോടതി കേസ് കൊടുത്തു. അതനുസരിച്ച് വഞ്ചനാകുറ്റത്തിന് ബാവായുടെ പേരിൽ കേസെടുത്തു. അദ്ദേഹം കോടതിയിൽ വന്ന് ജാമ്യം എടുക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ടും അദ്ദേഹം ഇത് ഈ പദവികളിൽ നിന്നൊക്കെ പോയതുകൊണ്ട് ഞാൻ ആ കേസ് ഇപ്പം അത് ഉപേക്ഷിച്ച രീതിയിൽ അങ്ങ് മാറ്റിയിട്ടേക്കാണ്. പക്ഷെ അതല്ലല്ലോ ഈ ചെറുപ്പക്കാരായിട്ടുള്ള മെത്രാന്മാർ ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം മാറി. പക്ഷെ എന്നാൽ ഈ സഭയ്ക്ക് ഈ രണ്ടു കൂട്ടർക്കും ദോഷം ചെയ്യുന്ന ഒരു നല്ല പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു സഭ ഈ തരത്തിലാക്കിയത് ഇവരുടെ ഈ സഭ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് സ്വന്തം നന്നാവാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഓരോ സ്കൂളുകളിൽ നിന്ന് വരുന്ന കൈക്കൂലി അല്ലെങ്കിൽ കോഴ 10-50 ലക്ഷം രൂപ വീതം ഓരോ വേക്കൻസിക്ക് മേടിക്കുക. 1000-1500 വേക്കൻസികളാണ് ഓരോ വർഷവും ഉണ്ടാവുന്നത്. അതിന്റെ മൂല്യം നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. എത്ര കോടി രൂപയാണ് സഭയ്ക്ക് കിട്ടുന്നത്? അതിലൊരു നക്കാപ്പിച്ച് 5 ലക്ഷം രൂപയൊക്കെ അതിലേക്ക് എഴുതി വെക്കും. ബാക്കിയുള്ളത് മുഴുവൻ ഇവര് എടുക്കുകയാണ്. ഇവരുടെ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഈ രാജ്യം അന്വേഷിക്കണ്ടേ? ഇവർക്ക് എങ്ങനെ ഈ അമിതമായിട്ടുള്ള സമ്പത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് അന്വേഷിക്കണം. ഇത് ഈ വിശ്വാസികളുടെ പണമാണെങ്കിൽ അത് വിശ്വാസവഞ്ചനയ്ക്ക് അവരുടെ പേരിൽ കേസെടുക്കണം. അങ്ങനെയാണ് ഞാൻ വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുത്തത്. ഒരു ബെൻസ് വാങ്ങി, കുറെ 6-7 വണ്ടികൾ ഒരേ സമയത്ത് തന്നെ ശ്രേഷ്ഠ ബാവ വാങ്ങിക്കൂട്ടി. പെട്ടെന്ന് തന്നെ ഞാൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ അതനുസരിച്ച് കേസ് കൊടുത്തു. അപ്പൊ ഇവരുടെയൊക്കെ സമ്പത്തിനെ പറ്റി കേസ് കൊടുക്കണ്ടേ? അതിന് ആ സഭയിലുള്ളവരും ചെയ്യണം, ഞങ്ങളുടെ സഭയിലുള്ളവരും ചെയ്യണം. അതിലേക്കായിട്ട് ഇരു വിഭാഗത്തിലെ ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവരെ ഒന്ന് നേരെ ആയാലേ ഈ സമാധാനം തന്നെ വരുവുള്ളൂ. മേളിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ മേളിൽ നിന്ന് ഇറങ്ങി വരും സമാധാനം. അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയും കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അല്ല, സമാധാനം മുകളിൽ നിന്ന് വരേണ്ടതാണ്, താഴെ നിന്നല്ല. അല്ല, മുകളിൽ നിന്ന് വരുന്നത് സാർ പറഞ്ഞത്, സാറെ മേളിൽ നിന്ന് സമാധാനം വരാനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 3-6 മെത്രാപ്പോലീത്ത ഈ സമാധാനം പള്ളിയിൽ നിന്ന് കിട്ടിയില്ല, കോടതിയിൽ നിന്ന്. കാരണം വെച്ചാൽ ഈ പള്ളിയും കോടതി തൊട്ട് ഒത്തിരി സാമ്യമുണ്ട്. കാരണം പള്ളി പിരിഞ്ഞു എന്ന് പറയും, കോടതിയും പിരിഞ്ഞു എന്നല്ലേ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും സമാധാനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. സാർ അതിനെ പറഞ്ഞു. അല്ല, പള്ളി പിരിഞ്ഞു എന്ന് അല്ല സാർ പറഞ്ഞത്. കോടതി പറയും പള്ളി പിരിഞ്ഞു എന്ന് പറയില്ല. അപ്പൊ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇവരെ പിരിച്ചുവിടാൻ തന്നെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു മൂല്യം ഉണ്ടായിരുന്നു. അതിന് ഒരു മൂല്യച്യുതി സംഭവിച്ചു കഴിഞ്ഞു. ഒരു ഏത് അധ്യക്ഷന്റെ മുമ്പിൽ നിന്നാണോ ആ പൗരോഹിത്യം സ്വീകരിക്കുന്നത് അവരുടെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് മണിക്കൂറുകളോളം സത്യം ചെയ്ത് മണിക്കൂറുകളോളം മുട്ടുകുത്തി നിന്ന് ഇത് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. സാധാരണ ഒരു അൽമായനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കൾ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോയി മാമോദിസ കൊടുക്കുന്നു, അവനത് വളർന്നു വരുന്നു. ചിലപ്പം പള്ളി പോയി, അല്ലെങ്കിൽ പള്ളി പോയില്ല, ആ രീതിയിലൊക്കെ വളർന്നു വരുന്നു. അവരുടെ ആത്മീയ തല ആ രീതിയിലാണ്. പക്ഷെ ഇവരതല്ലല്ലോ. ഇവര് എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളാം എന്നുള്ള ഒരു ഉടമ്പടി ആയിട്ടാണ് ഇവര് മുന്നോട്ട് വരുന്നത്. അവര് സമാധാനം മോളിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് പകരം ഞങ്ങൾ ഇവിടുന്ന് താഴെ നിന്ന് ഉണ്ടാക്കേണ്ട ഒരു ഗതികേടില്ല ഇപ്പൊ വന്ന് ചേർന്നിട്ടുള്ളത്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരേ ഒറ്റ താല്പര്യമുള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും പൂർവികവും ഏറ്റവും ശുദ്ധവുമായ ദൈവശാസ്ത്രവും പാരമ്പര്യവുമുള്ള ഈ ഒരു പാരമ്പര്യം മലങ്കര നശിച്ചു പോകരുത് എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വിഭാഗീയതയോ മറ്റു ചിന്തകളൊന്നുമില്ല. കാരണം ഇത്ര ഈ ശ്രേഷ്ഠമായ ഒരു വിശ്വാസം. കാരണം ഞാൻ പെന്തക്കോസ്തിലായിരുന്നു. അപ്പൊ എന്റെ യാത്രയിൽ ഇവിടെ വെള്ളക്കാരുമൊക്കെ അടക്കമുള്ള ആളുകൾ ഈ സ്പിരിച്വൽ ജേർണിയിൽ ആ ഓർത്തഡോക്സിയെ കണ്ടെത്തി. അപ്പം ഒരു നിധി കണ്ടെത്തിയത് പോലെയാണ്. അപ്പൊ ഇവിടെയാണ് സത്യം. ഏറ്റവും കൃത്യമായ ഉപദേശം ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ ഒരിക്കലും ഒരു മീറ്റിങ്ങില് ഞാനിങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്തപ്പോൾ ഞാനൊരു ബോൺ ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു മദാമ എന്നോട് ചൂടായി.
നീ എന്തൊരു ഫൂളാണ്, നീ അത് വിട്ടിട്ട് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? കാരണം പുള്ളിക്കാരത്തെയൊക്കെ പെന്തക്കോസ്ത് തന്നെയായിരുന്നു. പക്ഷെ അവരെല്ലാം ഇത് റീഡിസ്കവർ ചെയ്യുകയാണ് ഈ ട്രൂത്ത്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വിശ്വാസം നമുക്കുള്ളപ്പോൾ നമ്മളത് നശിപ്പിക്കുകയാണ് മലങ്കരല്ല. അതുകൊണ്ടാണ് ഇതൊന്ന് നിലനിന്ന് പോണം, ഈ സഭയിൽ സമാധാനം ഉണ്ടായിട്ട് ഈ വിശ്വാസം നിലനിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ. അല്ലാതെ നമ്മളെ ഇപ്പൊ പ്രത്യേകിച്ച് പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒരു പിന്നെ അങ്ങനെയുള്ള മറ്റൊരു വിഭാഗ്യത ഇല്ല. അത് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. സാറെന്തോ ഒന്ന് പറയാൻ വരികയെന്ന് തോന്നുന്നു, നമ്മുടെ അഡ്വക്കേറ്റ് സാബു. ഞാൻ പറയാൻ ഒരു കോടതി വിധി കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ഇവിടത്തെ ഏറ്റവും അടിസ്ഥാനപരമായ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഈ അന്തോക്യ മലങ്കര ബന്ധം. അന്തോക്യ പാർത്തീസിന് ഒരു വിഭാഗം പരമാധ്യക്ഷനായിട്ട് അംഗീകരിക്കുന്നു, മറ്റൊരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പോൾ വർഗീസും മാത്തച്ചൻ മൂലം കൂടി 2014 എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തു. OS നമ്പർ 698/2014. ആ കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് അന്ന് വിദേശങ്ങളിലെ മെത്രാപ്പൊലിത്തമാരെ നിയമിക്കുന്നതും ഭദ്രാസനങ്ങള് രൂപപ്പെടുത്തിയെടുക്കുന്നതും ഇടവ പള്ളികൾ രൂപീകരിക്കുന്ന അവിടെ വികാരിമാരെ നിയമിക്കുന്നതും ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള കാതോലിക്കയാണ്, ശ്രേഷ്ഠ കാതോലിക്ക യാക്കോബ സഭയുടെ. പാത്രികീസ് സഭയ്ക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അദ്ദേഹം വെറും കാഴ്ചക്കാരായിട്ടിരിക്കും. അദ്ദേഹത്തിന്റെ പാത്രികീസ് സഭ നേരിട്ട് ഏതെങ്കിലും ഒരു വികാരിയെ ഒക്കെ നിയമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെത്രാപ്പൊലി ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ ഗ്രൂപ്പുകളെയും പ്രശ്നങ്ങളും ഒക്കെയായി അവരെ പുകച്ചു പുറത്തിയടിക്കും. അങ്ങനെ വളരെ മോശമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പോൾ വർഗീസും മാത്തച്ചനും പോലും കൂടെ കേസ് കൊടുത്തത്. ഞാൻ അതിന്റെ ആ ഓപ്പറേറ്റീവ് പോർഷൻ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് പാത്രികീസ് സഭയ്ക്ക് സമാധാനപരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഭരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായത്. that it is hereby declared that first defendant or second defendant, first defendant എന്ന് പറയുന്നത് ശ്രേഷ്ഠ കാതോലിക്ക, second defendant എന്ന് പറയുന്നത് യാക്കോബ് സിറിയൻ ക്രിസ്ത്യൻ ചർച്ച്. Second defendant has no power or authority to establish diocese anywhere outside the territorial jurisdiction of second defendant church, and depute or authorize any metropolitan or priest or second defendant church to administer the affairs of any church of Jacobite Syrian Christians established in any foreign country and outside the territorial jurisdiction of second defendant church. 2. A decree of permanent prohibited injunction is passed restraining the first defendant. That's the Catholicos. First defendant from issuing any bull, direction or letter in connection with establishing or declaring any diocese in any foreign country and anywhere outside the territorial jurisdiction of the second defendant church, or for deputing or authorizing any metropolitan or priest or second defendant church to administer the affairs of any church of Jacobite Syrian Christians established in any foreign country outside the territorial jurisdiction of second defendant church. ഇതായിരുന്നു കോടതി അന്ന് വിധിച്ചത്. ഇതിന്റെ വിധിയുടെ കോപ്പി പാത്രികീസുമാർക്ക് അയച്ചു കൊടുത്തു. ഈ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് ബാധകമല്ലേ? അല്ല, ഓർത്തഡോക്സ് വിഭാഗത്തിന് ബാധകമാനായിട്ട് ഇപ്പൊ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല, ആയിരിക്കും. ഞങ്ങളെല്ലാം നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പള്ളികളിൽ നിന്ന് പ്രതിനിധികൾ ഇങ്ങോട്ട് വരികയാണ്. ഓർത്തഡോക്സ് സഭയുടെ വശത്തെ കാതോലിക്ക എപ്പോഴും പറയുന്ന കാര്യം, വിദേശത്തു നിന്ന് യാതൊന്നും ഞങ്ങൾക്ക് വേണ്ട, വിദേശത്തുള്ളൊന്നും ഇവിടേക്ക് വരേണ്ട. ഏത് പ്രസംഗം പറയുമ്പോഴും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്. പക്ഷെ വിദേശത്തുള്ള ആളുകൾ ഇവിടെ അസോസിയേഷൻ പ്രതിനിധികളായിട്ടുണ്ട്, അവരിവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയിലുണ്ട്, ഈ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. ഒരു ട്രസ്റ്റാണ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് ഓർത്തഡോക്സ് സഭ എന്നുള്ളത്. സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റിൽ വിദേശികളായ ആളുകൾ വരുമ്പോൾ അവരുടെ മേലെ ഇത് ഇന്ത്യയിലെ കോടതികൾക്ക് അധികാരമില്ല, അവർക്ക് എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് പോകാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നടപടിയായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. നിലവിൽ തന്നെ ഇപ്പോഴത്തെ മലങ്കര അസോസിയേഷൻ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിദേശത്തു നിന്നുള്ള ആളുകൾ വരുന്നു, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ തന്നെ പള്ളികളിൽ നിന്ന് ഇല്ലാത്ത പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ പ്രതിനിധികൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ ഇല്ലാതെ അസോസിയേഷൻ ഫോം ചെയ്തിരിക്കുന്നു. ഒരാളെ തന്നെ പല പള്ളികളിൽ വികാരിയായി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിലവിൽ ഓർത്തഡോക്സ് സഭയിൽ നടത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്യാൻ അവരുടെ സഭയിൽ ആരുമില്ല. അങ്ങനെ അവസ്ഥയുണ്ട്. യാക്കോബ് സഭയിൽ അങ്ങനെ കുറച്ചുപേര് വന്നതുകൊണ്ടാണ് യാക്കോബ അൽമയ ഫോറം എന്ന സംഘടന രൂപപ്പെട്ടത്. ഈ രൂപപ്പെട്ട സംഘടനയ്ക്ക് പ്രവർത്തകർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതെല്ലാം അവർ തരണം ചെയ്തിട്ടാണ് സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി കേസുകൾ കൊടുത്തു. കേസുകൾ കൊടുത്തപ്പോഴാണ് യാക്കോബ സഭയിലെ 13 വർഷമായിട്ട് കണക്കുകളില്ല എന്ന് കോടതി എഴുതി, സഭ ട്രസ്റ്റി കണക്കുകൾ സൂക്ഷിക്കുന്നില്ല എന്ന് എഴുതി അഫിഡവിറ്റ് കൊടുത്തത്. അവസാനം 2018 സഭയുടെ കണക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ 18 വർഷത്തെ കണക്കിൽ നീക്കിയിരിപ്പ് ഉള്ളത് 3750 രൂപയാണ്. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള സഭയിലുണ്ടായ അവസ്ഥയാണ്. അപ്പൊ ഈ വിദേശത്ത്, ഞാൻ ഈ വിധി വായിക്കുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത്, വിദേശത്തേക്ക് വിടുന്ന ഈ വൈദികരെയും അതുപോലെ മെത്രാപ്പൊലിത്തമാരെയൊക്കെ അയക്കുന്നത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്.
പിരിച്ചെടുക്കുന്ന തുകയുടെ ഇത്ര ശതമാനം ഇവിടെ ശ്രേഷ്ഠ കാതോലിക്ക അയക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ പഴയ കാലത്ത് ചക്രവർത്തിമാര് നാട്ടുരാജാക്കന്മാരിൽ നിന്ന് കപ്പം പിരിച്ചത് പോലെ കപ്പം പിരിച്ചൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടാക്കി. പക്ഷെ അതൊക്കെ ഇപ്പൊ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതെല്ലാം ഈ ഒരു കോടതി വിധിയുടെ അവസാനിച്ചു പോയി. നമ്മൾ ഈ നീക്കിയിരിപ്പ് 18 വർഷം കൊണ്ട് 3500 രൂപ നീക്കിയിരിപ്പെന്ന് പറയുമ്പോ അത് അത്ര മോശമല്ല. കാരണം പിന്നെ 18 വർഷം കൊണ്ട് ആസ്തികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണ്ടേ? അപ്പം അല്ല, 18 വർഷം കൊണ്ട് ആസ്തി ഉണ്ടായെന്ന് പറഞ്ഞാൽ ആകെ ഉള്ള ഒരെണ്ണം കാണുന്നത് പുത്തൻകുശിലെ പാത്തിക സെന്റർ ആണ്. പുത്തൻകുശ് പാത്തിക സെന്റർ സ്ഥലം വാങ്ങാനും കെട്ടിടം വയ്ക്കാനും 2000-2001 വർഷങ്ങളിൽ മലബാറിലെ കാലം ചെയ്ത ഫിലിസ്തോസ് തിരുമേനി അന്ന് 70 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ അങ്ങനെ കുറെ മെത്രാപ്പൊലിത്തമാർ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തുക കൊടുത്തത്. അപ്പൊ അതിനെക്കുറിച്ച് വേറെ കുറെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന മനുഷ്യനായിരുന്നു. ഒരു മേലധ്യക്ഷനായിരുന്നു. കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് പോലും സഹോദരന്മാർക്ക് പോലും സഭയുടെ 10 പൈസ കൊടുക്കില്ല. അപ്പോൾ ഓരോ ചെലവാക്കുന്ന പൈസയും കൃത്യമായ കണക്കുകൾ വയ്ക്കാറ്. അപ്പൊ ഈ തുകയുടെ കണക്ക് കൃത്യമായി വേണം എന്ന് നിർബന്ധം പറഞ്ഞു. അപ്പൊ അവസാനം ശ്രേഷ്ഠബാവ പുത്തൻകുശിലേക്ക് ഒരു കണക്കൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്ന് 1 മാസം 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് താമസിച്ചിട്ട് പോയി. താമസിച്ചിട്ട് തിരിച്ച് വയനാടേക്ക് പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന് വയറിളക്കം വന്ന് ഹോസ്പിറ്റലായി, നാഡീവ്യൂഹം തകർന്ന് പിന്നെ പാരലൈസ്ഡ് ആയ അവസ്ഥയിൽ കിടന്ന് പിന്നെ മരിച്ചുപോയത്. അതുപോലെ ഇതേ ആരോപണം തന്നെ ക്ലീമിസ് തിരുമേനിയെ ഇതുപോലെ ഈ ആരോപണങ്ങളുടെ തുടക്കം വരുന്ന ക്ലീമിസ് തിരുമേനിയുടെ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു 3 കോടി രൂപ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്ത ആക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അതായത് ആ സമയത്ത് അന്ന് ആകെ യാക്കോബ സഭയ്ക്ക് 19 ഭദ്രാസനമുള്ളൂ ഇന്ത്യയിൽ. പക്ഷേ 33 മെത്രാപ്പൊലിത്തമാരുണ്ട്. 19 കഴിഞ്ഞ് ബാക്കിയുള്ള 14 മെത്രാപ്പൊലിത്തമാർക്ക് ഭദ്രാസനങ്ങളില്ല, അവർക്കും വാസസ്ഥലങ്ങളില്ല, ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അവരെല്ലാവരിൽ നിന്ന് മിക്കവാറും എല്ലാവർക്കും അത്യാവശ്യം ഭൂസ്വത്തുണ്ടാവും. ആ ഭൂസ്വത്ത് എഴുതി വാങ്ങിച്ചു, അത് വിപ്പിച്ച് ആ പണം വാങ്ങിച്ചു നോക്കിയാണ് ഇവരെ മെത്രാപ്പൊലിത്തമാരാക്കി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഈ ക്ലീമിസ് മെത്രാപ്പൊലിത്ത ഇങ്ങനെ പറഞ്ഞത്. അത് മെത്രാപ്പൊലിത്ത ആക്കാം, ആദ്യമേ മെത്രാപ്പൊലിത്ത ആക്കാന്ന് പറയും, അത് കഴിഞ്ഞ് പ്രശ്നമുണ്ട്, ആക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. അപ്പൊ സമ്മർദ്ദത്തിലാവും, വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ കൂട്ടുകാരൊക്കെ സമ്മർദ്ദത്തിലാവും. നാണക്കേട് ഒഴിവാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പണം ഇവര് സമാഹരിച്ചെടുക്കുന്നത്. അപ്പൊ മെത്രാപ്പൊലിത്ത എങ്ങനെ പറഞ്ഞു, അത് പ്രശ്നമായി. അവസാനം മെത്രാപ്പൊലിത്തയെ സഭയിൽ നിന്ന് മുടക്കിയ അവധി ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. അത് സുപ്രീം കോടതി പെരുമ്പാവൂർ സബ് കോടതി ആ പാത്രികസ്വാമിയുടെ കൽപ്പന, പുത്തൻകുരിശിൽ നിന്ന് പാത്രികസ്വാമിയുടെ കൽപ്പന തിരുമേനിക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തു. അത് കോടതിയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു പാത്രികസ്വാമിയുടെ കൽപ്പന വ്യാജമാണ്, പാത്രികസ്വാമി ഇട്ടതല്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് ഫൈൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാത്രിക സെന്റർ തടവിലായിരുന്നു, വീട്ടുതടങ്കലിലായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തറവാട് വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. രാത്രിയിൽ അവിടെ 15 പേരടങ്ങുന്ന ഒരു സംഘം, അന്നത്തെ മെത്രാപ്പൊലിത്തൻ അൽമായ ട്രസ്റ്റിയായ തമ്പു തുകലന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആളുകളൊക്കെ അടിച്ച് പുറത്താക്കിയിട്ട് മെത്രാപ്പൊലിത്തയെ ബലമായിട്ട് പിടിച്ച് പാത്രിക സെന്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പോ അവിടെയുള്ള ആളുകൾ തടസ്സം ഉണ്ടാക്കാതിരിക്കുന്നതിനും മെത്രാപ്പൊലിത്ത തടസ്സം ഉണ്ടാക്കാതിരിക്കാനും അവർ ചെയ്ത ഒരു സൂത്രപ്പണിയുണ്ട്. കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ മെത്രാപ്പൊലിത്ത എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ സ്ത്രീയുടെ കൂടെ അവിടുന്ന് പിടിച്ചു എന്ന് വരുത്തി തീർത്ത് അപമാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ മെത്രാപ്പൊലിത്തയെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ആ കാര്യത്തിൽ അപ്പൊ പോലീസ് കേസ് ഉണ്ടായില്ല. പക്ഷെ പെരുമ്പാവൂർ സബ് കോടതിയിൽ നടത്തിയ കേസ് വിസ്താരത്തിൽ അവരെ കൂടെ ഉണ്ടായിരുന്ന ജിബി ഇച്ചിക്കോട്ടിൽ എന്ന് പറഞ്ഞ ഒരു വൈദികൻ ആ കാര്യം കോടതി പറഞ്ഞു. തമ്പു വന്ന കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ കോടതിയിലെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്, ഈ പാതിരാത്രിയിൽ മെത്രാപ്പൊലിത്തയെ വിളിക്കുവാൻ പോയ സംഘത്തിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ കൊണ്ടുപോയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജഡ്ജ്മെന്റിൽ എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ നിഗൂഢവും അതുപോലെ തന്നെ സാധാരണ ഒരു കൊള്ളസംഘം കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ 2002 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ യാക്കോബ സഭയിൽ നടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ പോലെ മൂല്യച്യുതി വന്നു എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പറ്റിയേക്കുന്നത്. ഇവരെന്തും ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ആരാധനാലയത്തിന്റെ വാതിലുകൾ തല്ലി തകർത്ത്, അതുപോലെ തന്നെ മറ്റേ ജിക്സോ വാളൊക്കെ വെച്ച് തകർത്ത്, കല്ല് വെച്ച് ഇടിച്ച് തകർത്തൊക്കെയാണ് ഇവർ പള്ളിക്കകത്തേക്ക്. പല ഫോട്ടോകളും വീഡിയോസ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവര് സത്യത്തിൽ ഇവർക്ക് ദൈവവിശ്വാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ തന്നെ സാധാരണഗതിയിൽ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളാണെങ്കിൽ പോലും അതിനടുത്ത് പോകുമ്പോൾ നിന്ദ്യമായ കാര്യങ്ങൾ തുപ്പുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളോ ചെരുപ്പിട്ട് കയറിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ഇവരങ്ങനെയാണ് ചെയ്യുന്നത്. പള്ളിക്കകത്തേക്കൊക്കെ വന്ന് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർ അന്യവാസർക്ക് പോലും വളരെ വേദനയുണ്ടാവും. അപ്പൊ അതുകൊണ്ട്
ഒരു ക്രിസ്തീയത ഇരു വിഭാഗത്തിലെയും കടന്നു വന്നാൽ മാത്രമേ ഇതിനകത്ത് സമാധാനം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂ. തൽക്കാലം ഇത് രണ്ടു കൂട്ടരുടെയും കയ്യിൽ ഈ സാധനമില്ല, അവിടെയാണ് പറ്റിയിരിക്കുന്നത്. പോൾ വർഗീസിന് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, രണ്ടു കൂട്ടരും ഇത് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മലങ്കര സമാധാന സമിതി എന്നുള്ളൊരു പ്രസ്ഥാനം നിലനിന്നിരുന്നു. അവര് ഇതുപോലെയുള്ള വഴക്കുള്ള എല്ലാ പള്ളികളിലും പോയി ഇരു വിഭാഗത്തിലെയും നല്ല ആൾക്കാരായിരുന്നു. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലെ, യാക്കോബ വിഭാഗത്തിലെ ആൾക്കാർ കൂടി എല്ലാ പള്ളികളിലും പോയി ഈ പള്ളികളും അതുപോലെ തന്നെ ഈ മെത്രാപ്പൊലിത്തമാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവര് പല പള്ളികളിലും സമാധാനം ഉണ്ടാക്കുകയും ചെയ്തതാ. പക്ഷെ അവസാനം ഈ കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ എടുത്ത് മാറ്റി. പിന്നീട് ഈ മെത്രാപ്പൊലിത്തമാർ മാത്രമായിട്ട് അങ്ങ് മാറി, ചർച്ചകളിൽ അവർ മാത്രമാണ്. അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, മോർ അത്താനാസ്യോസ് തിരുമേനി ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, യാക്കോബായ വിഭാഗത്തിലെ മെത്രാപ്പൊലിത്തമാർ തമ്മിൽ യാതൊരു ഐക്യവുമില്ല എന്ന് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സംസാരത്തിൽ അവർ ഞങ്ങളോട് പങ്കുവെക്കാറുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ അന്തർധാരയാണ് പണം ഉണ്ടാക്കുന്ന ബിസിനസ്. അപ്പൊ ഈ കൂട്ടുകച്ചവടത്തിനകത്ത് ഈ വിശ്വാസികൾ പുറന്തള്ളപ്പെടുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് എന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്. എനിക്ക് ആ മനുഷ്യരോട് അവിടെയുള്ള നല്ല മനുഷ്യരെയും അവിടുത്തെ നല്ല വൈദികരെയൊക്കെ പറയുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ വേദന തോന്നാറുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും അതുപോലെയുള്ള ആൾക്കാരുണ്ട്. എന്താ ചെയ്യുക? ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഈ കൊള്ളക്കാരുടെ കയ്യിൽ ഇത് അമർന്നുപോയി. ഞങ്ങൾ സാധാരണ പറയണ തീവട്ടിക്കൊള്ള സംഘം എന്നാ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയാറ്. അവരുടെ കയ്യിൽ ഇത് അമർന്നുപോയി. അത് രണ്ട് വിഭാഗവും അവരെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇത് പള്ളി പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പള്ളി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശ്വാസികളോട് ഒരു ഷെഡ് വെച്ച് കെട്ടിക്കോ, നിങ്ങൾ ഇങ്ങോട്ട് പോരെന്നും പറഞ്ഞ് ഷെഡ് വെച്ച് കെട്ടാനായിട്ടാണ് കൊണ്ടുപോവുക. ഞങ്ങൾ അതിനെ ആദ്യം എതിർത്തു. ഞങ്ങൾ പറഞ്ഞു, ഒരു കാരണത്താലും ഷെഡ് കെട്ടാൻ പാടില്ല. ഒരു 2-3 ആഴ്ച മുമ്പ് സാർ എന്നെ കോട്ടയത്ത് തിരുമേനിയായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞല്ലോ, ഹോം ചർച്ചസിനെ കുറിച്ച് തിരുമേനി പറഞ്ഞല്ലോ. വിശ്വാസത്തിന്റെ കാര്യവും സാറ് ആദ്യം പറഞ്ഞു. ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി, പള്ളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം എല്ലാം തികയണം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് സമ്മർദ്ദത്തിൽ വന്നു. ആ സമ്മർദ്ദത്തിൽ വന്നതിന്റെ ഫലമായി ആളെ കിട്ടുന്നില്ലെന്ന് വന്നതോടുകൂടി ഓർത്തഡോക്സ് വിഭാഗം എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് എടുത്തു. ഇനി സെമിത്തേരിയിലേക്ക് കയറ്റുന്നില്ല. പിന്നെ സെമിത്തേരിയിലേക്ക് കയറ്റുന്നില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ കോടതി വിധി തന്നെ ഞങ്ങൾക്ക് നടപ്പാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിന് പകരം സെമിത്തേരി ബില്ലിന് വേണ്ടി പോകേണ്ടി വന്നു. സെമിത്തേരി ബില്ല് വന്നു കഴിഞ്ഞപ്പോ ഇതിലും നഷ്ടമാണ് ഈ യാക്കോബക്കാർക്ക് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ടേ പോരാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പഴന്തോട്ടം പള്ളിയിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോയി അവിടെ പോയി മെഴുതിരിയൊക്കെ എത്തിച്ചിട്ട് പോരും. പക്ഷെ ഉള്ള അവകാശം കൂടി നഷ്ടപ്പെടുക ചെയ്തത് നമുക്ക് ഈ സെമിത്തേരി ബില്ല് വന്നതുകൊണ്ട്. അവിടെ ചെല്ലുക, കുഴിച്ചിടുക, പോരുക. അത് ആ തരത്തിലേക്കായി. അത് തന്നെയല്ല, അതിലൊരച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടവക്കാരനായി തന്നെ അച്ഛൻ പറയുകയാണ്, പട്ടിയെ ഇടുന്നത് പോലെ നിങ്ങളെ കൊണ്ട് കുഴിച്ചിടിപ്പിക്കും. അത് ആരാണ് പറയുന്നത്? ഒരു വൈദികനാണ് പറയണത്. അത് ആരെ കുറിച്ചാ പറയണേ? അവര് തന്നെ, അദ്ദേഹം തന്നെ മാമോദിസം മുക്കി ജനത്തോടാ പറയണേ. അദ്ദേഹം ഈ പഴന്തോട്ടംപള്ളി ഇടവക്കാരനാണ്. അദ്ദേഹം തന്നെ മാമോദിസം മുക്കി ആൾക്കാരോടായി പറയണേ, പട്ടിയെ കുഴിച്ചതുപോലെ കുഴിച്ചിടുമെന്ന്. അപ്പൊ ഇവരുടെയൊക്കെ ആത്മീയത എവിടെയാണ്? അദ്ദേഹത്തിന് തന്നെ ഉണ്ട് ഒരു 83-85 വയസ്സുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ആത്മീയത. അപ്പൊ നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വസിക്കുക. ഇപ്പൊ തന്നെ കുമ്പസാര പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? ആരുമില്ല. ഞങ്ങളിപ്പോ സുപ്രീം കോടതിയിൽ പോയിരിക്കുക. നിർബന്ധ കുമ്പസാരം, ഈ ഭരണഘടനയുടെ 7-ാം വകുപ്പില് നിർബന്ധ കുമ്പസാരം വെച്ചിരിക്കുക. അതിൽ 7 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10ഉം 11ഉം ഉണ്ട്. ഈ 10ഉം 11ഉം സഭയ്ക്ക് വന്നു ചേരേണ്ട പണം അടച്ചില്ലെങ്കിൽ കുമ്പസാരിപ്പിക്കുകയില്ല, വോട്ട് ചെയ്യിക്കുകയില്ല. ഈ സഭയ്ക്ക് വന്നു ചേരേണ്ട തുക എത്രയാ? അത് അവര് പറയണ തുക. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം,
അവന്റെ അല്ലെങ്കിൽ 10,000 എന്ന് പറഞ്ഞാൽ 10,000 അവന്റെ സാമ്പത്തിക നില അനുസരിച്ച് അവർ പറയുന്ന തുക കൊടുത്തില്ലെങ്കിൽ അവനെ ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും, അതിനെ പുറത്താക്കുന്നവരാണ്. എങ്ങനെ പുറത്താക്കുന്ന? ഒരു മാമോദിസം മുക്കിയ ഒരാളെ പുറത്താക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് കോടതി വിധിയുണ്ട്. ആ കോടതി വിധി മാത്രമല്ല, ഈ മാമോദിസം മുക്കുമ്പോ തന്നെ എങ്ങനെയാണ് ആ ഒരാൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് ആ ആൾ മാറുകയാണ്. അത് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാറിന് അറിയാം അതിനെക്കുറിച്ച്. അപ്പം ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ആരെയും വേർപെടുത്താൻ ആർക്കും അധികാരമില്ല. ആ മാമോദിസം മുക്കിയ അച്ഛന് പോലും ഇല്ല. അച്ഛൻ ഒരു കാർമ്മികം മാത്രമാണെന്ന് വളരെ കൃത്യമായിട്ട് ഈ സഭ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സഭയുടെ മൂല്യങ്ങൾ അവിടെ തകർന്നത്. ഏത് സഭ? സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മൂല്യങ്ങൾ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ സിറിയൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബക്കാർക്ക് മാത്രം ഉള്ളതല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും എല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു സമൂഹമാണ്. അത് തന്നെ കോടതി പറഞ്ഞാൽ അതിനോട് സന്തോഷമുണ്ട്. ആ സമൂഹം ഇവിടെ തകർന്നു പോകണം. ആ മൂല്യച്യുതി ഇവിടെ വന്നിരിക്കുക. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭരണഘടനയ്ക്കകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഓരോന്നും ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യാമെന്ന് ഞങ്ങളോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒത്തിരി ആൾക്കാർ ഞങ്ങളോടൊപ്പം ചേരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടില്ല. അവരവർ തന്നെ അവരവരുടെ കേസ് നടത്തിക്കോളും. ഞങ്ങൾ ആരോടും പണപ്പിരിവ് നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഈ സഭയോടുള്ള ഒരു സ്നേഹം, അത് ഞാനൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. സാറ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ സഭയിൽ എന്റെ അറിവ് സമൂഹത്തോടു കൂടിയല്ല വന്നത്. അപ്പൊ ഞാൻ മടങ്ങി പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഈ സഭയോട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഒരു മെത്രാന്റെ സ്വന്തമാണെന്നോ ഒരു കാതോലിക്കയുടെ ആണെന്നോ ഒന്നും നമ്മളത് കണക്കൂട്ടിയിട്ടില്ല. പിന്നെ ഇത് അവസാനിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നോ? അങ്ങനെ ഒരു ചർച്ച വരുന്നോ? ഈ കേസുകളൊക്കെ അവസാനിക്കുകയും ചെയ്യും. ഈ കേസുകളൊക്കെ അവസാനിപ്പിക്കുന്നതിൽ ഇപ്പൊ വക്കീൽ പറഞ്ഞല്ലോ, വക്കീൽ വേറൊരു ആ സഭയുടെ പേര് പറഞ്ഞില്ല, ആ സഭയുടെ അധ്യക്ഷനോട് സംസാരിച്ച് അങ്ങനെ ഒരു പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഇതുപോലെ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം തീരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. നന്നായി പോകുന്നെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ 13-ാം തീയതി ഈ യാക്കോബായ വിശ്വാസികൾ നഷ്ടപ്പെട്ട പള്ളികളിലേക്ക് തിരിച്ചു കയറുന്നു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിനെ പറ്റി എങ്ങനെ? അതൊരു നല്ല സ്റ്റെപ്പാണോ? അതൊരു വിജയകരമാവോ? തീർച്ചയായിട്ടും അവരുടെ അവകാശമാണല്ലോ. അവർക്ക് സുപ്രീം കോടതി എന്ത് അധികാരം കൊടുത്തിട്ടുണ്ട്, ആ അധികാരം അവർക്ക് കിട്ടണമല്ലോ. അത് തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യം തന്നെയാണ്. നമ്മുടെ അധികാരം അപ്പോൾ ഓർത്തഡോക്സ് സഭ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാവരും പോരാനാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ സമാധാനമാകുമോ? സാറേ, ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെ ഇവിടെ കയറ്റില്ലെന്നാ. പക്ഷെ ഈ കാര്യം നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കോടതികളിൽ ചോദ്യം ചെയ്യുന്നു. നമ്മളിത് ജനങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് തിരിച്ചു കയറേണ്ടതാണെന്നുള്ളത് ഈ സഭയ്ക്ക് തന്നെ തോന്നി. സഭയ്ക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജനം മുഴുവൻ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ 52 പള്ളിക്കാരും എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി ഞങ്ങൾ പഴന്തോട്ടത്തിൽ ഇത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. അതൊന്ന് വിശദീകരിക്കാമോ? ഈ അവിടെ കയറണ്ടെന്ന് എങ്ങനെയാ ഓർത്തഡോക്സുകാർ പറഞ്ഞത്? അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഓർത്തഡോക്സുകാർ അത് പറഞ്ഞത്? ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും ഒരു പള്ളിയില് എന്റെ കൃത്യമായിട്ട് മുളവൂരോ എന്തോ ഒരു പള്ളിയിൽ അവിടെ ചെന്നിട്ട് ആ പോലീസ് കയറാൻ സമ്മതിച്ചില്ല സെമിത്തേരിയിലേക്ക്. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ എല്ലാ സെമിത്തേരികളും പഴന്തോട്ടം, ഈ കണ്ണനാട്, ഒരു 2-3 ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തിട്ടുള്ള പള്ളികൾ ഒഴിച്ച് ഒരു സെമിത്തേരികളിലും കയറാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ ജനങ്ങൾ ഏതെങ്കിലും ശവസംസ്കാരം ഉണ്ടെങ്കിൽ ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ പോവുക, അവിടെ ശവം അടക്കുക, തിരിച്ചു പോരുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള അധികാരങ്ങൾ, ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഈ കാര്യം തടയുന്നത് പോലീസും ഈ ഓർത്തഡോക്സ് വിഭാഗം കൂടി തടയുകയാണ്. അപ്പൊ പോലീസ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പള്ളി മുഴുവൻ അവർക്ക് കിട്ടിയതാണ്, അവരുടെ അധീനതയിലാണത്. ഇവർക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി ഈ യാക്കോബായക്കാരെ. അതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, പോലീസ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാര് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞങ്ങളിത് പഴന്തോട്ടത്തൊക്കെ ഞങ്ങൾ എങ്ങനെ കയറുന്നു എന്നുള്ളത് വന്നപ്പോ ജനത്തിന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വന്നു. അപ്പൊ സഭയ്ക്ക് അതിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഇനിയിപ്പോ ഈ 13-ാം തീയതി ഇപ്പൊ 52 പള്ളി കയറിയില്ലെങ്കിലും അതിനോടനുബന്ധിച്ചാണ്ട് ഒരു 10-30-40 പള്ളിയിലെങ്കിലും അവർ കയറുമ്പം
സ്വാഭാവികമായിട്ട് ആദ്യം സാർ പറഞ്ഞതുപോലെ, വക്കീൽ സാർ പറഞ്ഞതുപോലെ പ്രതിരോധത്തിലാവും. ഈ 3 പേര് 4 പേരെ വെച്ചുകൊണ്ടൊന്നും പള്ളി മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ 8 10 ആളെ വെച്ചുകൊണ്ട് പോകില്ല. 1000 പേര് ഒന്നിച്ച് അല്ലെങ്കിൽ അത്ര ആൾക്കാർ പള്ളിയിലേക്ക് ചെല്ലുന്നു, ഈ സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമാവുന്ന കാര്യമല്ല. പിന്നെ തന്നെയുമല്ല, ഈ പോലീസിനെ ഇങ്ങനെ വിന്യസിക്കാനോ ഈ പോലീസിനെ അവിടെ കാവൽ നിർത്താനായിട്ട് സർക്കാരിന് അതിനുള്ള അധികാരമില്ല. അതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു കോടതിയും പറയേണ്ട കാര്യമില്ല. ശരിക്കും അത് സ്റ്റേറ്റിന്റെ സമ്പത്താണ് അതിനുവേണ്ടി ചെലവാകുന്നത്. അത് നമ്മൾ അതൊക്കെ തിരിച്ചറിയണം. ഇതുകൊണ്ട് തന്നെയാണ് ബാബുപോൾ സാറൊക്കെ പറഞ്ഞത് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞു തീർന്നു പോവുകയല്ലാതെ ഇത് തീരില്ലെന്ന്. ഈ കോടതി വിധി സംബന്ധിച്ചും അതിന്റെ നടത്തിപ്പുകൾ സംബന്ധിച്ചും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ചും എല്ലാം ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് മലങ്കര സഭാവിശ്വാസികളുടെ ഇടയിൽ. അതുപോലെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തില് ഈ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. കാരണം എന്താണ് സംഭവിച്ചത്, കോടതി വിധി ഇന്നതാണ്, നമ്മൾ ഇന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. ചില പ്രസ്താവനകൾ നടത്തുന്നതല്ലാതെ ഒരു പൊതുവായിട്ട് പലരും അവിടെ ഇരുന്ന് അത് പറയും ഇത് പറയും എന്നുള്ള കൃത്യമായ, അതുപോലെ യാക്കോബായ പക്ഷവും പുറപ്പെടുവിക്കണം എന്നുള്ള എൻ്റെ ഒരു വ്യക്തിപരം. ഈ 2021 ഇതിന് ക്ലാരിറ്റി. കാരണം ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു ഊഹവും ഇല്ല. ചിലർ അങ്ങനെ പറയുന്നു, ചിലർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ രണ്ടു കൂട്ടരും മുന്നോട്ട് വരണം. കാരണം ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന, ഒളിച്ചേ ഭാഗത്തെ കളിക്കുന്ന പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് നഷ്ടവും വേദനയും മാത്രമാണ്. കാരണം ഇത് എന്താണ്, ഇതിന്റെ ഗതി എന്തായിത്തീരും, ഇതിനെപ്പറ്റിയൊന്നും ഒരു വ്യക്തതയില്ല. അപ്പൊ ആ ഒരു അവ്യക്തതയുണ്ട്. അത് മാറാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരും ആയിട്ടുള്ള ചർച്ചകൾ, ഇപ്പം നിങ്ങൾ വന്ന് നിങ്ങളുടേതായ വീക്ഷണങ്ങള് അഭിപ്രായങ്ങള് ഒക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പുകൾ, ലീഗലി നിങ്ങൾ കുറച്ച് ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അതേക്കുറിച്ചൊക്കെ കേട്ടതിന് സന്തോഷം. ഇവിടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഈ വേദിയിൽ വന്നിരുന്ന് നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാവുന്നതാണ്. ഇപ്പം ഇവര് കൃത്യമായിട്ട് യാക്കോബായ സെന്റിമെന്റ്സിനെ അല്ല ഇവിടെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, കൃത്യമായ യാക്കോബായ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടേക്സ് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരിക. ഇവരെ സംബന്ധിച്ച് ഇവര് യാക്കോബായ അൽമായ ഫോറത്തിന്റെ ഭാരവാഹികളാണ്. അവരുടേതായ വിലയിരുത്തലുകള്, നിർദ്ദേശങ്ങള് അതൊക്കെയാണ് പറഞ്ഞത്. ഈ സഭ ഐക്യപ്പെട്ടു പോകാൻ വേണ്ടി എന്തോ ഒരു 7 നിർദ്ദേശം നിങ്ങൾ വെച്ചെന്നല്ലേ പറഞ്ഞു? 14 നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ വെച്ചത്. 14 നിർദ്ദേശം വെച്ച അന്നത്തെ അതിൽ 1-2 കാര്യങ്ങളൊക്കെ ഒരു ആദ്യത്തേല് പരിശുദ്ധ പാത്രീസ്ബാവയ്ക്ക് ഇപ്പോ ഈ സഭയിൽ ഈ കോടതി വിധി അനുസരിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ അധികാരങ്ങളും പറയുക, അത് കൊടുക്കുക. 2, മൂറോൻ കൂദാശ. അത് ഇവരിപ്പോ അടുപ്പിക്കുന്നു. മൂറോൻ കൂദാശയുടെ സമയത്ത് എന്തായാലും പാത്രീസ്ബാവ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഞങ്ങൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു വിഭാഗീയത പാടില്ല. ഇത് ഈ മൂറോൻ തന്നെ പൗരസ്ത്യ സമാജം, അതുപോലെ തന്നെ മറ്റ് സഭകള് ഒക്കെ, ഈ ക്രാനായ അതേപോലെ സിംഹാസന പള്ളികൾ അവരൊക്കെ എടുക്കേണ്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പള്ളികൾ അങ്ങോട്ടും കൂടെ ഇന്ന പള്ളിയിൽ മാത്രമല്ല മാമൂസ് നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ. ശ്രേഷ്ഠ ബാവ ഇത്രയും പ്രായമായ ആളാണ്. ആ ആള് ഏറ്റവും ഉചിതമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരു റിട്ടയർമെന്റ് കൊടുക്കുക. ഇപ്പൊ തന്നെ അദ്ദേഹം റിട്ടയർമെന്റിലായല്ലോ. അത് അന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പോ അതിന് പ്രസക്തിയില്ല. എല്ലാ വൈദികരെയും എല്ലാ മേൽപ്പെട്ടക്കാരെയും സ്വീകരിച്ചിട്ട് അവർക്ക് ഉചിതമായിട്ടുള്ള ഭദ്രാസനങ്ങൾ, സീനിയേഴ്സ് ആയിട്ടുള്ള മെത്രാപ്പൊലിത്തമാരുണ്ട്, അവരുടെ കൂടെയാണ് ഈ ജനം മുഴുവൻ. ഇപ്പം അങ്കമാലി, കോട്ടയം, കണ്ടനാട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ 8-10 പേരുള്ള ആൾക്കാർ വെച്ച് ആ ഭദ്രാസനം ആ മെത്രാപ്പൊലിത്തമാരല്ല ഭരിക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടുന്ന് പോയ ആള് തന്നെയാണെങ്കിലും ഈ അഥാനാസ്യോസ് തിരുമേനിയുടെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്. പക്ഷെ അതല്ലല്ലോ അവിടെ ഈവാനിയോസ് തിരുമേനിയുടെ ജനം. 1.5 ലക്ഷം ആൾക്കാർ ഈ 52 പള്ളിയിൽ നിന്ന് തന്നെ വെളിയിലാണ്. അപ്പൊ അവർക്ക് ഉചിതമായിട്ടുള്ള ഓരോ സ്ഥാനങ്ങൾ അവരെ അതാത് സ്ഥലത്ത് നിയമിക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഭദ്രാസനം തികയാതെ വരികയാണെങ്കിൽ അവരെ ഓരോ പ്രസ്ഥാനങ്ങളിലാക്കുക. പിന്നീട് ഒഴിവ് വരുന്ന മുറയ്ക്ക് അവരെ അതിലേക്ക് ഉൾക്കൊള്ളുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല നിർദ്ദേശങ്ങളാണ് വെച്ചത്. ആരും അത് ഉൾക്കൊണ്ടൊന്നുമില്ല. പക്ഷെ പാത്രീസ് ബാവ ഒരു കത്തയച്ചു. ഞങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ
പാത്രീസ് ബാവയെ അറിയിക്കാറുണ്ട്. പാത്രീസ് ബാവ ഇവിടെ ആദ്യ സമയത്ത് ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരരുതെന്ന് ശാഠ്യം പിടിച്ചവരാണ് ഈ യാക്കോബായ സഭയിലെ ശ്രേഷ്ഠ ബാവായും കൂട്ടരും. കാരണം ആദ്യം ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ രീതിയിലുള്ള ഒരു പാത്രീസ് ബാവായെ രണ്ടു കൂട്ടർക്ക് അക്കരെ നിർത്തണം, കടലിന് അക്കരെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സെക്കൻഡ്, ഈ അടുത്ത കാലത്ത് ഒരു കത്ത് എനിക്ക് കിട്ടി. കത്തൊന്നും എനിക്ക് കിട്ടിയതല്ല, ഫേസ്ബുക്കിൽ കൂടെ പ്രചരിച്ചാണ്, പബ്ലിക്കായിട്ട് വന്നൊരു കത്താണ്. അത് യാക്കോബായ സഭയിൽ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ എഴുതുകയാണ്. അപ്പൊ അദ്ദേഹം എഴുതുകയാണ്, നമ്മള് ഫ്യൂച്ചറിൽ നമ്മളൊരു പുതിയ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ പരമാവധി പാത്രിക്കീസിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തി വേണം ഒരു ഭരണഘടന ഉണ്ടാക്കുവാൻ. കൃത്യമായി പാത്രിക്കീസിനെ കടലിനക്കരെ നിർത്തുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഒരു പുതിയ സഭയും ഭരണഘടന ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം വെച്ചൊരു കത്ത്, അത്തരത്തിലൊരു കത്ത് കണ്ടായിരുന്നു? അല്ല, അത് സ്വാഭാവികമായിട്ടും ആ കത്തിന് അതിലും ഉപരിയായിട്ടുള്ള ഒരു കത്ത് ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവ തന്നെ ഈ പാത്രീസ് ബാവയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമ്പത്താണ് ഇതിൽ ഏറ്റവും വലിയ, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ പാത്രീസ്, ഇപ്പോഴത്തെ പാത്രീസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ യാക്കോബായ സഭയിലെ മെത്രാപ്പൊലീത്തമാരോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സ്വകാര്യ സമ്പാദ്യങ്ങളും സഭയുടെ പേരിലാക്കണമെന്ന് പറഞ്ഞു. അതിന് ആദ്യം ഞാൻ പറഞ്ഞ പേരുകാരനായ മെത്രാപ്പൊലീത്ത തിരുമേനി ചെയ്തത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ട്രസ്റ്റുകൾ ഒരു 100 രൂപ മുദ്രപ്പേപ്പർ വാങ്ങിച്ചിട്ട് അതില് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ സഭയ്ക്കിരിക്കുന്നതാവുന്നു എന്ന് എഴുതി വെച്ച് പത്രത്തിൽ ഒരു വാർത്തയും കൊടുത്തു. ഒരു ട്രസ്റ്റ് വിൽപ്പത്രമായിട്ട് എഴുതി ആ കാലശേഷം എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു നിയമസാധ്യതയുണ്ടോ? അതൊക്കെയാണ് തട്ടിപ്പെന്ന് പറഞ്ഞത്. ജനത്തോട് കാണിക്കുന്ന തട്ടിപ്പതാണ്. ഇത് തന്നെയാണ് എല്ലാ രണ്ട് വിഭാഗത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇത് ചോദ്യം ചെയ്ത് ഇതിനൊരു അറുതി വരാതെ ഒരു സമാധാനത്തിലേക്ക് ഇത് പോകുന്ന അങ്ങനെ പെട്ടെന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. ദൗർഭാഗ്യകരമായ വിഭജനം നിലനിൽക്കുമ്പോൾ ഐക്യവും സമാധാനവും ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് മലങ്കരയിലെ വിശ്വാസികളുണ്ട്. ഈ ഭിന്നത ഇതേപോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷവുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലെയും പോലെ ഇവിടെയും ന്യൂനപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ ഇച്ഛയും ഇംഗിതവും അവരുടെ ഹിതവും ഒക്കെ നിറവേറുന്ന ഒരു ശുഭപ്രതീക്ഷ അല്ലെ, ഗുഡ് ഹോപ്പ് നമുക്ക് വെച്ചുകൊണ്ട് നാളെ അങ്ങനെ ഉണ്ടാകുമായിരിക്കാം. അല്ല, അത് അങ്ങനെ സാർ അത് വിചാരിച്ചതുപോലെ ഈ പാത്രിക്കിസ് ബാവായെ ഇവിടെ ഇവര് രണ്ടു കൂട്ടരും കൂടി ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിന് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നവരാ ഞങ്ങള്. കാരണം അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ട് ഓർത്തഡോക്സ് വിഭാഗം അതിന് മറുപടി കൊടുത്തില്ല. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങള് ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഈ യോജിപ്പിനോ ഏത് രീതിക്ക് വേണമെങ്കിലും പാത്രിക്കിസ് ബാവ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ജനമാണ് യാക്കോബ വിഭാഗം. ഇപ്പോൾ ഈ മോർ അത്താനാസിസ് തിരുമേനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാത്രിക്കീസ് പറയുന്നില്ല, പാത്രിക്കീസ് എന്തുകൊണ്ട് അവരോട് കോടതി വിധി അനുസരിച്ച് ഞങ്ങളുടെ കീഴിൽ വന്ന് നിൽക്കാൻ പറയുന്നില്ലെന്ന്. അങ്ങനെ ഒരു പാത്രിക്കീസിന് പറയാൻ കഴിയുമോ? നിങ്ങൾ അവരുടെ കോടതി വിധി അംഗീകരിച്ച് നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുത്തി നിങ്ങൾ മൂക്കേറിട്ട ജനമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ പോയി നിൽക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പാത്രിക്കീസ് ബാവയ്ക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ പാത്രിക്കീസ് ബാവ മൗനിയായി തീർന്നു. രണ്ട് കൂട്ടരെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ലെറ്റർ അയച്ചിട്ട് അതിന് ഓർത്തഡോക്സ് വിഭാഗം മറുപടിയില്ല. അവര് കാണുമ്പോ കാട്ടറബി എന്ന് വിളിച്ച് കളിയാക്കും, വേണ്ടത്ര മുഴുവൻ പറയും. കാട്ടറബി എന്നൊക്കെ വിളിക്കുന്ന ഈ ഫേസ്ബുക്കിലുള്ള ആളുകളല്ലേ? അവര് തന്നെ അതേ നിലപാട് തന്നെ പറയുന്ന മെത്രാപ്പൊലീത്തമാരുണ്ട്. അത് അങ്ങനെ ആകുമ്പോ നമുക്ക് ദേവലോകത്തെ ബാബാ തിരുമേനി വേറെ ചീത്ത വിളിക്കുന്ന ആളുകളും ഉണ്ട്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. അതിന് രണ്ട് അല്ല അതിലും ഇപ്പൊ ഈ ഇപ്പൊ നമ്മുടെ അത്താനാസിസ് തിരുമേനിയോ മിലിത്തിയോസ് തിരുമേനിയോ ഒക്കെ വന്ന് ലൈവിലിരുന്ന് അങ്ങനെ കാട്ടറബി എന്ന് വിളിച്ചാൽ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ഇതിപ്പം അവരൊന്നും അല്ലല്ലോ പറയുന്നത്, ആരൊക്കെയോ അവരങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവര് തല കുനിച്ച് നിന്ന് അവർക്കൊരിക്കൽ പട്ടം കൊടുത്ത് ആ പാത്രിക്കീസ് ബാവയെ അന്ത്യോക്യ പാത്രിക്കീസ്, സാധാരണ രീതിയിൽ നമ്മള് അതിന്റെ അടുത്ത ഔസേപ്പാണെന്ന് പറയണ പോലെ ഈ അന്ത്യോക്യ പാത്രിക്കീസ് എന്ന് സാധാരണ ജനം പറയുന്നത് പോലെ പറഞ്ഞാൽ പോരാ. പാത്രിക്കീസ് ബാവ
അല്ലെങ്കിൽ ഒരു ഒരു പരിശുദ്ധ ബാപ്തിസ്മാവ, അത് കൂട്ടി പറയാനുള്ള ഒരു മനോഭാവം വേണം. അതില്ലാതെ വരുമ്പോ ഇത് ആരാ ഇത് കേൾക്കുന്നത്? കേൾക്കുന്ന ജനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പഴയ ജന. അദ്ദേഹം ഇവിടെ അന്ത്യോക്യ മലങ്കര ബന്ധം പറഞ്ഞ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ കാര്യമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ മറ്റു വിഭാഗത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പുറം പോയി ഇരുന്നിട്ട് ഇപ്പറേട്ട് ഇങ്ങോട്ട് പറയുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇതൊരു ക്രിസ്തീയ സഭയാണ്. ആദ്യം വക്കീൽ സാർ പറഞ്ഞ പോലെ ഇതൊരു ക്രിസ്തീയ സഭയാണ്, അല്ലാണ്ട് ഇത് വേറൊരു കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഒരു ക്ലബൊന്നും അല്ല. അപ്പൊ ഇത് അപ്പം ഈ യാക്കോബായ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഫൈനൽ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ യാക്കോബായ അൽമായ ഫോറത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് യാക്കോബായക്കാരുടെ ഇപ്പോഴത്തെ നിലപാട്, ഇപ്പോഴത്തെ ആ സ്റ്റാൻഡ് 100% കറക്റ്റ് ആണെന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ ഈ പള്ളികളിലേക്ക് കയറുന്ന കാര്യത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. കയറണം, ആ വിശ്വാസികളുടെ അധികാരം നിലനിർത്തണം. അത് ഈ കോടതി പറഞ്ഞിട്ടുള്ള ഈ കോടതി വിധി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം. കോടതി വിധി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾ ഇതിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോ ചോദ്യം ചെയ്യണത്. ഞങ്ങൾ ഈ അത്താനാസ്യോസ് തിരുമേനി, മിലിത്യോസ് തിരുമേനി, നിക്കോളാസ് തിരുമേനി ഇവരൊന്നും അതിൽ വരുന്നവരല്ല. ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു വൈദികൻ, ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിലുള്ളതാണ്. ആ ആള് 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് മാത്രമല്ല, ബസ്സിലെ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് പട്ടം കൊടുത്തിട്ടാണ് ഈ ഗുണ്ടായുസത്തിന് കൊണ്ട് കിടക്കണേ. എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇലക്ഷനിൽ പറഞ്ഞു വിടുക, അതൊക്കെയാണ് അത് പോട്ടെ. പക്ഷെ 110 തൊട്ട് ഭരണഘടനയുടെ 110 തൊട്ട് 113 വരെ പറയുന്നത് ഒരു വൈദികനെ കുറിച്ചാണ്. ആ വൈദികനെ എങ്ങനെ ഇതുപോലുള്ള വൈദികരെ ഇവർക്ക് വാഴിക്കാൻ പറ്റും? പള്ളിപിടുത്തത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വൈദികരെ ഉണ്ടാക്കുക, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് മുഴുവൻ ഒന്ന് ഉടച്ചു വാർക്കണം. അത് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ, അപ്പൊ ഞങ്ങളോടൊപ്പം ചേരാനായിട്ട് അനേകർ വരും, ആ കാര്യം തർക്കമൊന്നുമില്ല. ഇത് നന്നാക്കിയെടുക്കാനായിട്ട് യാക്കോബായ വിഭാഗത്തിലെ, ഓർത്തഡോക്സ് വിഭാഗത്തിലെ അനേകർ കൈകോർക്കുന്നുള്ളത് ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. അവിടെ ഇത് തന്നെയാണ് സ്ഥിതി എന്ന് വക്കീൽ സാർ പറഞ്ഞല്ലോ. കാരണം അവിടുന്ന് സംസാരിക്കുന്ന ആൾക്കാർ ചെറിയ ആൾക്കാരല്ല അവിടുന്ന് സംസാരിക്കുന്നത്. പക്ഷെ അവർക്ക് വലിയ ഭയമാണ്. അവരെ വകവരുത്തുവോ, എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ് ചിലപ്പോൾ നഷ്ടപ്പെടുത്തും. അവരെ കൈയേറ്റം ചെയ്യേണ്ടവരെ കൈയേറ്റം ചെയ്യും. ഇവരൊക്കെ രണ്ടു കൂട്ടരും അത് തന്നെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ വിളിക്കുന്ന കൂട്ടർക്ക് അതിന് പറ്റിയ ഗ്രൂപ്പുകളുണ്ട്, അതിന് പറ്റിയ തെറി വിളിക്കാൻ പറ്റിയ ഗ്രൂപ്പുകളുണ്ട്, അടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് ആരെങ്കിലും ഒക്കെ വരും. ദൈവത്തിന്റെ സഭ എന്തായാലും നശിച്ചു പോയില്ലെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ഈ അഡ്വക്കേറ്റ് സാബു തൊഴിൽപ്പാടിനും ശ്രീമാൻ പോൾ വർഗീസും ഒരു യാക്കോബായ അൽമായ ഫോറത്തിന്റെ ഭാരവാഹികളായിട്ട് നമ്മളോട് കൂടെ ചർച്ചയിൽ പങ്കെടുത്തു. സഭാ കേസിന്റെ നാൾവഴികളും ഇന്നത്തെ സ്ഥിതിയെ, ഇരു വിഭാഗത്തിലെ മൂല്യച്യുതികൾ, അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ട് പറയുന്ന ചില ആരോപണങ്ങളും വളരെ ഗൗരവമായ വെളിച്ചം വീശലുകളും ഒക്കെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അവർ നടത്തുന്ന നിയമ നടപടികൾ, ഭാവി ചെയ്യാനുള്ള കാര്യപരിപാടികൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവര് നമ്മോടൊന്നിച്ച് ചേർന്ന് ഇത്രയും സമയം സംസാരിച്ചതിന് വളരെ നന്ദി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മറിച്ചൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കും പറയുന്നത് പ്രത്യേകിച്ച് ഒരു വിഭാഗീയതരപരമായിട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും തെരഞ്ഞെടുത്തൂടെ കൊണ്ടുവന്നല്ല. ഈ ഫോറം നിങ്ങൾക്കും ഓപ്പൺ ആണ്. അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആർക്കും ഇവിടെ നിന്ന് സംസാരിക്കാവുന്നതാണ്. ഓൾ ആർ വെൽക്കം. ഇന്ന് ഈ സെഷനിൽ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്ത് സംസാരിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ അർപ്പിക്കുന്നു. എല്ലാം നന്നായി നടക്കുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.